നമുക്ക് ഏറ്റവും സ്നേഹപൂർവ്വം ഫ്രാൻസിസ് സാറിനെ ഇന്നത്തെ ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ചെയ്യാം. പ്രാർത്ഥനയോടെ ആരംഭിക്കാം. രാധേ. ഓം വിദ്യാധിരാജായ നമഃ. തീർത്ഥം പാപഹരം പവിത്രം അറിവിൻ സാരസ്വതം സാഗരം സാർത്ഥം നിഷ്കളമാത്മബോധമഖിലാണ്ട പ്രേമ പൂർണാകരം ദീപ്തം പാദയുഗം പ്രകാശനിലയം സച്ചിത് സുഖത്തിൻ പദം സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. ഓം ഗുരുഭ്യോ നമഃ. ശ്ലോകം 12. ഭദ്രാണ്യദ്രീശവംശാങ്കുര സുഹൃത പരീപാകമുക്താ സഖാഹ്വം തേജസ്സാദത്യവൃത്യാ ദൃഢയതു സുചിരം സർവഭൂതാന്തരം നഃ യദ്ബാഹ്യാഭ്യന്തരാന്ധ്യോന്മഥന കൃതി പടിഷ്ടം പരം തൂദയൻ പേരൂർദേശേ സന്നിഷണ്ണം നിജജനഹൃദയാനന്ദ സന്തോഹരൂപം. മ്യൂട്ടാണ് സാറ്. ഭദ്രാണ്യദ്രീശവംശാങ്കുര സുഹൃത പരീപാകമുക്താ സഖാഹ്വം തേജസ്സാതത്യവൃത്യാ ദൃഢയതു സുചിരം സർവഭൂതാന്തരം നഃ യദ്ബാഹ്യാഭ്യന്തരാന്ധ്യോന്മഥന കൃതി പടിഷ്ടം പരം തൂദയൻ പേരൂർദേശേ സന്നിഷണ്ണം നിജജനഹൃദയാനന്ദ സന്തോഹരൂപം. ആദ്യം സന്ധിച്ചേതം നോക്കാം. ഭദ്രാണി അദ്രീശ വംശാങ്കുര സുകൃത പരീപാക മുക്താ സഖാഹ്വം തേജഃ സാതത്യവൃത്യ ദൃഢയതു സുചിരം സർവഭൂതാന്തരം നഃ യദ്ബാഹ്യ അഭ്യന്തരാന്ധ്യോന്മഥന കൃതി പടിഷ്ടം പരം തു ഉദയൻ പേരൂർദേശേ സന്നിഷണ്ണം നിജജന ഹൃദയാനന്ദ സന്തോഹരൂപം എന്ന് സന്ധിച്ചേതം. നിജഹൃദയ ആനന്ദ സന്തോഹരൂപം ആയിട്ടുള്ള അതിനെ അങ്ങനെയുള്ള ആ സന്തോഷത്തെ ആനന്ദത്തെ നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്നാണ്. അത് എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? സുചിരമായി ദൃഢയതു, അതിനെ ദൃഢമാക്കി തീർക്കട്ടെ. ഭദ്രാണി ദൃഢയതു, ഭദ്രങ്ങളെ ദൃഢമാക്കി തീർക്കട്ടെ. ആരാണ്? ഉദയം പേരൂർ ദേശേ സന്നിഷണ്ണം തത് തു നഹ സാതത്യവൃത്യ സുചിരം ഭദ്രാണി ദൃഢയതു. നിരന്തരമായി നമുക്ക് ഭദ്രങ്ങളെ സുസ്ഥിരമാക്കി തരട്ടെ, ദൃഢമാക്കി സുദൃഢമാക്കി തരട്ടെ. അപ്പോ അത് അവ്യതിചലിതമായി, വ്യതിചലിച്ചു പോകാതെ ദൃഢമായി നിൽക്കുന്ന ആ ഭദ്രങ്ങളെ, ഭദ്രം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലെ, കല്യാണങ്ങൾ, ഭദ്രങ്ങൾ, മംഗളങ്ങളെ നമുക്ക് ഉറപ്പാക്കി തരുമാറാകട്ടെ എന്നാണ്. ഏത് ദേവനാണ്? ഉദയൻ പേരൂർ ദേശേ സന്നിഷണ്ണം തത് തേജ. ഉദയം പേരൂർ ദേശത്ത് സന്നിഹിതനായിരിക്കുന്ന ആ തേജസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ തേജസ് എങ്ങനെയുള്ളതാണ്? ആ തേജസ് അദ്രീശ വംശ അങ്കുര സുകൃത പരീപാക മുക്താ സഖാഹ്വം. അദ്രീശന്റെ വംശത്തിന് അങ്കുരമായി വർത്തിക്കുന്ന സുഹൃതത്തിന്റെ
പരീപാകമായിരിക്കുന്ന മുക്തദാസഖ എന്ന ആഹ്വയോട് കൂടിയത്. ആഹ്വ എന്ന് പറഞ്ഞാൽ ആഹ്വാനം ചെയ്യപ്പെടുന്ന പേര്, സംജ്ഞ എന്നർത്ഥം. സമ്യക് ജ്ഞായതേ, ഇതുകൊണ്ട് നമ്മൾ നന്നായി അറിയുന്നു, അതിനാണ് സംജ്ഞ എന്ന് പറയുന്നത്. അപ്പോ ആഹ്വാനം, അതിനാണ് നമ്മൾ ആഹ്വാനം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്, വിളിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഒരാളെ അറിയാൻ നമുക്ക് എന്താണ് ഒരു മാർഗം? അദ്ദേഹം ഇങ്ങനെയൊക്കെയുള്ള ആളാണ്. നമ്മൾ ഒന്നുകിൽ ഒരാളെ പറയാൻ നമ്മുടെ ആളുടെ ചിത്രം കൊണ്ട് നടക്കേണ്ടി വരും, ദാ ഈ ആള് എന്ന് പറയേണ്ടി വരും നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമ്മുടെ ആളുടെ സവിശേഷതകളൊക്കെ ഇങ്ങനെ പറയേണ്ടി വരും. ഇന്ന പ്രകാരത്തിൽ ഒരു കാരിക്കേച്ചർ വരയ്ക്കുന്ന ആളെ പോലെ കണ്ണ് ഇങ്ങനെയാണ്, മൂക്ക് ഇങ്ങനെയാണെന്നൊക്കെ പറയേണ്ടതായിട്ട് വരും. അത് ഒഴിവാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ജനിച്ച് ഒരു 11-ാം ദിവസം അല്ലെങ്കിൽ 12-ാം ദിവസം അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ആചാരം അനുസരിച്ച് 28-ാമത്തെ ദിവസം അച്ഛൻ ഒരു പേര് നമ്മുടെ കാതിൽ അങ്ങനെ വിളിക്കും. അച്ഛൻ എന്താണ് കാതിൽ, അച്ഛൻ രഹസ്യമായിട്ടാണ് വിളിക്കുന്നത്. ഒരു കാത് ഒത്തിപ്പിടിച്ച് മറ്റേ കാതിലാണ് വിളിക്കുന്നത് അച്ഛൻ, വളരെ രഹസ്യമായിട്ട്. പക്ഷെ അച്ഛന്റെ ഹൃദയം അറിയുന്ന അമ്മ ഇന്ന പേരാണ് അച്ഛൻ വിളിച്ചതെന്ന് ഉറക്കെ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് കുഞ്ഞിനെ അച്ഛന്റെ മടിയിൽ നിന്ന് എടുക്കുന്നു. നാമകരണം അവിടെ. അപ്പോൾ ആ നാമകരണം എന്താണ്? ആ പേര് വിളിക്കുമ്പോൾ ഇന്ന ആളാണ്, സംജ്ഞ, നന്നായി അറിയപ്പെടുന്നു ഇതുകൊണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? സംജ്ഞ എന്ന് പറയുന്നത്. അപ്പൊ പേര്, സംജ്ഞ, അത് ആഹ്വാനം ചെയ്യുന്നതിനായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് മുക്താസഖാഹ്വം, മുത്തായിരിക്കുന്ന മൗക്തികമായിരിക്കുന്ന സഖാവെന്ന് ആഹ്വാനം ചെയ്യപ്പെടുന്ന ഒരു തേജസ്. ആർക്കാണ് ഇത് മൗക്തികമായിരിക്കുന്നത്? അദ്രീശ വംശം, അദ്രികൾക്ക് ഈശൻ. അദ്രികള് പർവ്വതങ്ങള്, പർവ്വതങ്ങൾക്ക് ഈശനായിരിക്കുന്നവൻ, ഏറ്റവും വലിയ പർവ്വതം ഹിമാലയ പർവ്വതം. ഹിമാലയത്തിന്റെ വംശത്തിന്, വംശം എന്നുള്ളതിനോടത്തെ അർത്ഥം അന്വയം എന്ന് അർത്ഥം. അന്വയഹ, അന്വയഹ എന്ന് പറഞ്ഞാൽ എന്താണ്? അനു അയഹ. അയഹ എന്ന് പറഞ്ഞാൽ പോക്ക് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അന്വയം നമ്മൾ പറയുന്നത്, ശ്ലോകത്തിന്റെ അന്വയം എന്ന് പറയുന്നതും അനു അയഹ, ഏത് പദത്തിന്റെ പിന്നിൽ ഏത് പദം പോകുന്നു എന്ന് നമ്മൾ പറയുന്നതാണ്. ഗദ്യത്തിന്റെ രീതിയിൽ പറയുമ്പോൾ ഗദ്യം എന്താണ്? നമ്മൾ ഗദനം ചെയ്യുന്നതാണ്. നിഗദനം ചെയ്യുക, നിഗദനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? പറയുക. പറയുന്ന രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോഴാണ് ഗദ്യം, നിഗദനം ചെയ്യുന്ന രീതിയിൽ. മറ്റൊരു പദ്യത്തിൽ എന്താണ്? അവിടെ പാദത്തിനാണ് വ്യവസ്ഥ. ഒരു പാദത്തിൽ ഇത്ര അക്ഷരം വേണം, അതിൽ ഏതൊക്കെ ഗുരുവാണ് ഏതൊക്കെ ലഘുവാണ് എന്ന വ്യവസ്ഥയോട് കൂടിയായിട്ടാണ് ആര് എന്ത് ചെയ്ത് കവികള് പദ്യങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പൊ അതിലെ പദങ്ങൾ എന്ത് ചെയ്യും? പദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കിടക്കും, അല്ലെ? ജമ്പിൾഡ് വേർഡ്സ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കിടക്കും. അതിനെ നമ്മൾ പെറുക്കിയെടുത്ത് ഇന്നതിന് ശേഷം ഇന്നത് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഒരാശയം നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ട് ആവിഷ്കരിക്കുന്നതിന് പര്യാപ്തമായ വിധത്തിലുള്ള വാക്യമാക്കി അതിനെ മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോ അദ്രീശന്റെ വംശത്തിന്, അന്വയത്തിന്, അന്വയം അതല്ലേ? ഒരാള് ആദ്യം ഒരു മുത്തശ്ശൻ, അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ഒരു മുത്തശ്ശൻ, അതിൽ നിന്ന് പിന്നെ എത്രയോ മുത്തശ്ശന്മാര് കഴിഞ്ഞിട്ടാണ് നമ്മളാകുന്ന മുത്തശ്ശന്മാരുണ്ടായത്, അല്ലേ? അപ്പോ അങ്ങനെ, അപ്പൊ അതാണ് അന്വയഹ, അനു അയഹ, പിന്നാലെ പിന്നാലെ പോവാണ്. അന്വയത്തെ വിച്ഛേദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളോട് എന്ത് പറയുന്നത്? നമ്മള് ഏതൊരാളും വിവാഹം ചെയ്യണം, എന്നിട്ട് എന്ത് വേണം? വിവാഹം ചെയ്യുകയും സന്താനങ്ങൾ ഉണ്ടാവുകയും വേണം. അപ്പോഴേ നമ്മൾ ഋണമുക്തന്മാരാകുന്നുള്ളൂ. പിതൃക്കളോടുള്ള ഋണമുണ്ട് നമുക്ക്. പിതൃക്കൾ ആരാണ്? നമുക്ക് ജന്മം നൽകിയിട്ട് പോയ ആളുകളാണ്. അപ്പോ അവർ കാണിച്ചു തന്ന ആ മാതൃക പിന്തുടരണമെങ്കിൽ നമ്മൾ ആരാവണം? നമ്മൾ അവരുടെ ആ വംശത്തെ നിലനിർത്തുന്ന ആളുകളായി നമ്മൾ പോകണം. അപ്പോഴേ നമ്മൾ അവരോടുള്ള ആ കടം നമ്മൾ വീട്ടുന്നുള്ളൂ. അപ്പോൾ എന്തിലേക്കാണ് നമ്മളിപ്പോ പറഞ്ഞു വരുന്നത്? എന്താണ്? നമ്മുടെ
കടമയാണ് കുലത്തെ നിലനിർത്തുക എന്നുള്ളത്. അപ്പോൾ ലൈംഗികത എന്തല്ല, പാപമല്ല, മറിച്ച് എന്താണ്, പുണ്യമാണ്. അത് നമ്മുടെ കൃത്യങ്ങളെ, നമ്മുടെ കടങ്ങളെ വീട്ടുന്നതാണ് എന്ന ബോധ്യത്തോടു കൂടി വേണം നമ്മൾ അതിനെ കാണാനായിട്ട്. അവിടെയാണ് എന്താകുന്നത്, വിവാഹവും സംസ്കാരമാകുന്നത്, ഗർഭാധാനവും സംസ്കാരമാകുന്നത്. സംസ്കാരമാണ് അത് എല്ലാം. ഇരിക്കട്ടെ. അപ്പോ അദ്രികൾക്ക് ഈശനായിരിക്കുന്ന ഹിമവത് പർവ്വതത്തിന്റെ അഥവാ ഹിമാലയത്തിന്റെ വംശത്തിന് അങ്കുരമായിരിക്കുന്ന, അങ്കുരം അതിന് മുളയായിരിക്കുന്ന, അതിന് മുള ആരാണ്? അതിന് മുളയായി വർത്തിച്ചത്, അതിനെ തുടർന്ന് കൊണ്ടുപോകുന്ന ആളാണ് അതിന് മുള, അല്ലെ? അദ്രിശന് മക്കള് 2 പേരുണ്ട്, ഒരു ആൺകുട്ടിയുണ്ട്, അല്ലെ? മൈനാകം. പക്ഷെ അയാൾ എന്താണ്, കുലത്തിനൊരല്പം നാണക്കേടുണ്ടാക്കി. ദേവേന്ദ്രൻ ചിറക് അരിയുന്നുണ്ട് പർവ്വതങ്ങളുടെ എന്ന് കേട്ടപ്പോ പോയിട്ട് സമുദ്രത്തിൽ പോയി ഒളിച്ചിരുന്നു, അല്ലെ? ആ ഒളിച്ചിരുന്ന് എന്തായി തീർന്നു? ഭീരുത്വമായി തീർന്നു. ചിറക് പോണാൽ പോകട്ടും എന്ന് പറയണം. എന്ത് ചെയ്യണം? അരിയോട് ഏറ്റുമുട്ടുകയാണ് വേണ്ടിയിരുന്നത്. അത് ചെയ്തില്ല. അവിടെയാണ് നമ്മൾ പാർവതിയെ കാണുന്നത്. പാർവതി എവിടെയാണ്? പാർവതി ശ്രീ പരമേശ്വരനെ തന്റെ അംഗസൗഷ്ഠവം കൊണ്ട് വശീകരിക്കാൻ ശ്രമിച്ചു. സാധാരണ ഏത് പെൺകുട്ടിക്കും തോന്നുന്നത് പോലെയുള്ള ഒരു തോന്നൽ അവിടെ ഉണ്ടായി. തന്റെ അഴക് കൊണ്ട് തനിക്ക് അഭിമതനായ പുരുഷനെ വശത്താക്കാം എന്നുള്ള തോന്നൽ പാർവതിക്കുണ്ടായി. അവിടെ ശ്രമിക്കുകയും ചെയ്തു, സാധാരണ പെൺകുട്ടികളെ പോലെ. നമ്മളൊക്കെ എന്താ ചെയ്യുക? ഒരു കാര്യം നമ്മൾ വരുമ്പോ ലോകത്തിന് നടപ്പ് എന്താണ്, അതാണ് നമ്മൾ ചെയ്യുക. പക്ഷേ അത് നടക്കില്ല എന്ന് കണ്ടപ്പോ എന്ത് ചെയ്തില്ല? അവൾ സമുദ്രത്തിൽ പോയി ഒളിച്ചില്ല. അതികഠിനമായിട്ടുള്ള തപസ്സനുഷ്ഠിച്ച് എന്താണ്, താനിനി വിവാഹം ചെയ്യുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടി ഹിമവത്സാനുവിൽ തപസ്സനുഷ്ഠിച്ച ആ സാക്ഷാത് ശ്രീ പരമേശ്വരനെ പോലും എന്താക്കി തീർത്തു? തനിക്ക് ദാസനാക്കി തീർത്തു, അല്ലേ? ഇന്നേ മുതൽ കൈ നിനക്ക് തപോവ്യയത്താൽ സിദ്ധിച്ച ദാസൻ ഇവനെന്നത ചന്ദ്രമൗലി കൽപ്പിക്കവേ സുമുഖിമാരഖിലം മറന്നാൾ ക്ലേശം ഫലിക്കിൽ അത് താൻ പുതുതായ സൗഖ്യം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അത്രയ്ക്ക് ധീരയായ അവളാണ് ഹിമാലയത്തിന്റെ വംശത്തിന് അങ്കുരം, അതിന്റെ തുടർച്ച ആ ദേവിയാണ്. അപ്പോ അദ്രീശന്റെ വംശത്തിന് അങ്കുരമായിരിക്കുന്ന ആ ദേവിയുടെ സുഹൃത പരീപാകം, ആ ദേവിയുടെ സുഹൃതത്തിന്റെ പരീപാകം എന്താണ്? അതിന്റെ ഫലം, അതിന്റെ അനന്തരഫലം. ആ ദേവിയുടെ സുഹൃതത്തിന്റെ, സുഹൃതം സുഷ്ടുവായി അവൾ ചെയ്തത് എന്താണ്? തപസ്സാണ് ചെയ്തത്. ആ തപസ്സിന്റെ പരീപാകമായിരിക്കുന്ന മൗക്തികം, മുത്ത്, ആ മുത്ത് ആയ സഖാവ്, മൗക്തികമായിരിക്കുന്ന സഖാവ് എന്ന ആഹ്വയോട് കൂടിയത് എന്ന് അറിയപ്പെടുന്നതായ ആ തേജസ്സായിട്ടാണ് പരമേശ്വരനെ പറഞ്ഞിരിക്കുന്നത്. മൗക്തികമായ ആ തേജസ്, ആ മൗക്തികം. ഓരോ പദവും സജസ്റ്റീവാണ്, ഓരോ പദവും സജഷനാണ്, ഓരോ പദവും പ്രതീയമാനമായ അർത്ഥത്തെ ധ്വനിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് എന്തുകൊണ്ട് പാർവതിയായി ആ കുലത്തിന്റെ മുള, അങ്കുരം ആണ് നമ്മൾ അതിന്റെ കാരണം. നമ്മൾ ഈഷത്ത് ഒന്ന് പരാമർശിച്ച് മാത്രം നമ്മൾ പോവുകയാണ് ചെയ്തത്. ആ ദേവിയുടെ സുഹൃത പരീപാകമായ മൗക്തികമാകുന്ന സഖ എന്ന് ആഹ്വാനം ചെയ്യപ്പെടുന്നത്. സഖ, ഓരോ പദവും സഖ എന്ന് പറയുമ്പോ എന്താണ്? സമാനം ഖ്യായതേതി സഖ, സമാനമായിട്ട് അറിയപ്പെടുന്നതാണ് സഖാവ്. അവിടെയും വിവാഹത്തിലേക്ക് നമ്മളിതിന്റെ സംസ്കാരത്തെ പറ്റി പറഞ്ഞു. ഗർഭാധാനം എന്ന് പറയുന്ന സംസ്കാരം, വിവാഹം എന്ന് പറയുന്ന സംസ്കാരം, ആ സംസ്കാരത്തിലൂടെയാണ് എന്തുണ്ടാവുന്നത്? സഖീഭാവം ഉണ്ടാകുന്നത്, സമാനത വരുന്നത്, അല്ലെ? അതാണ് വിവാഹം. എന്താണ്? സാപ്തപദീനമുച്ചതേ യഥ സദാം സന്നദ്ധഗാത്രി സംഗതം മനീഷിഭി സാപ്തപദീനമുച്ചതേ. 7 പദങ്ങൾ വെക്കുമ്പോഴാണ്
സജ്ജനങ്ങളുടെ സംഗതം ഉണ്ടാകുന്നത്, അവരെ സംഗതരായി തീരുന്നത്, സംഗമിച്ചവരായി തീരുന്നത്. സംഗമിക്കുക, കൂടിച്ചേരുക. അപ്പോ വിവാഹത്തിലൂടെയാണ്, അല്ലാണ്ട് എന്തല്ല, കോലിവിങ്ങിലൂടെയല്ല. മനീഷികളുടെ സംഗതത്വം അതാണ്. സാപ്തപദീന 7 പദങ്ങൾ വെക്കുന്നവരുടെ 7 ചുവടുവെപ്പുണ്ട് വിവാഹത്തിന്, അല്ലേ? അപ്പൊ എന്താണ് അതിൽ 7ാമത്തെ ചുവട് വെക്കുമ്പോ ആരായി? വധൂവരന്മാർ സഖാക്കളായി, അവർ തുല്യമായി, യാതൊരു വ്യത്യാസവും അവിടെ ഇല്ല. അപ്പൊ 7 എണ്ണം വെക്കുമ്പോ എന്താണ്? ഇഷ ഏകപദീഭവ സാമാം അനുവ്രതാഭവ പുത്രാൻ വിന്ദേവഹൈ ബഹൂംസ്തേ സന്തു ജരദഷ്ടയ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ ചുവട് വെപ്പിക്കുന്നത്. ഇഷ ഏകപദീഭവ. നമ്മള് ഈ കാല് വെക്കുമ്പോൾ കരുത്തിനായി ഏകപദീഭവ, എന്നോടൊപ്പം നീ ഒരു ചുവട് വെക്കുക. ഒരു ചുവട് നീ എന്നോടൊപ്പം വെച്ചാൽ, ഭാര്യ ഭർത്താക്കന്മാർ രണ്ടുപേരും ചേർന്ന് ഒരേ മനസ്സായി ഒരു ചുവട് വെച്ചാൽ അതാണ് ബലം. ഇഷേ ഏകപദീഭവ, നമ്മുടെ കരുത്തിനു വേണ്ടി ഒരു ചുവട് നീ വെക്കുക. ഇഷേ ഏകപദീഭവ സാമാം അനുവ്രതാഭവ, അങ്ങനെയുള്ള നീ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാവുക. അനുവ്രത, എന്റെ വ്രതാനുഷ്ഠാനത്തിനൊപ്പം നീ പശ്ചാത്, എന്നോടൊപ്പം അനുവ്രതയാവുക, എന്നോടൊപ്പം ഉണ്ടാവുക. ജീവിതം എന്താണ്? വ്രതാനുഷ്ഠാനമാണ്. ആണ് നമ്മൾ ഭഗവത്ഗീതയിലും കണ്ടത്. മരിച്ചാൽ നിനക്ക് വീരസ്വർഗം, അല്ലെങ്കിൽ നിനക്ക് ഇവിടെ രാജാധികാരം. ആ രാജാധികാരം എന്താണ്? അതും ഒരു തപശ്ചര്യയാണ്. ഞാൻ ചെയ്യുന്ന വ്രതത്തിൽ അതിനെതിരെ നിന്ന് എന്റെ പത്നി നിന്നാൽ എന്തായി തീർന്നു? ആ വ്രതാനുഷ്ഠാനം ശരിയാവുകയില്ല. ഇനി അവിടെയൊക്കെ വൈദികമായ ആശയങ്ങൾ പറയേണ്ടതുണ്ട്. അത് പറഞ്ഞാൽ നമുക്ക് ഇത് രാത്രി 8 മണിക്ക് ഇത് തീർക്കാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അതിലേക്ക് പോകുന്നില്ല. വീണ്ടും വീണ്ടും അതാണ് ആശയപ്രപഞ്ചം എന്ന് പറയും. ചിന്തിക്കും തോറും പുതിയ പുതിയ ആശയങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോൾ അങ്ങനെ എന്താണ്? സാമാം അനുവ്രതാവോ പുത്രാൻ വിന്ദേവഹൈ ബഹൂൻ. ഇന്ന് നമുക്ക് ധാരാളം പുത്രന്മാരുണ്ടാകട്ടെ, ധാരാളം പുത്രന്മാരുണ്ടാവട്ടെ. ഇന്ന് എന്താണ്? നമ്മൾ ഇതിന്റെ ആശയത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. മക്കൾ ധാരാളം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞതിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇപ്പോ നമ്മൾ 1ആക്കി 2ആക്കി നമ്മൾ നിയന്ത്രിച്ച് കേരളത്തിന്റെ കാര്യം പറഞ്ഞാൽ പ്രത്യേകിച്ചും കേരളം ഒരു വൃദ്ധസദനമായി മാറി. ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുന്നു. പുത്രാൻ വിന്ദേവഹൈ ബഹൂൻ തേ സന്തു ജരദഷ്ടയ. ആ മക്കളെല്ലാവരും എന്തായിത്തീരണം? പുരുഷായുസ്സോളം ജീവിക്കുന്നവരായി തീരണം. ഇത് പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ ചുവടുവെപ്പ്. ഇനി ശക്തി മാത്രം പോരാ, ശക്തി പ്രവർത്തിക്കണമെങ്കിൽ ഊർജം വേണം, അല്ലേ? നമ്മളൊരു JCB എടുത്ത് നോക്കുക. JCBയുടെ കൈക്ക് കരുത്തുണ്ട് അതിന്, പക്ഷെ അത് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? ഊർജം വേണം. ഊർജേ ദ്വിപദീഭവ, ഊർജത്തിനായി നീ 2ാമത്തെ ചുവട് വെക്കുക. ബാക്കി ഭാഗം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. പുത്രാസാമാം അനുവ്രതാഭവ പുത്രാൻ വിന്ദേവഹൈ ബഹൂൻ തേ സന്തു ജരദഷ്ടയ. അതുകൊണ്ട് അതിനെക്കുറിച്ച് വീണ്ടും പറയുന്നില്ല. ഊർജം, നമ്മൾ രണ്ടുപേരും കൂടി നിന്നാൽ അതൊരു ഊർജമാണ് പ്രവർത്തനത്തിന്, അല്ലേ? സ്വന്തം വേദനാളും ഒരു സാധാരണ മനുഷ്യൻ ചെയ്യാത്ത പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകളുണ്ട്. വളരെ വളരെ ഒറ്റപ്പെട്ട പ്രവൃത്തികൾ ചെയ്ത് മഹത്വമുള്ളവരായി തീർന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ശക്തിയായിട്ട് ആരാണുള്ളത്? അവരുടെ പത്നിമാരാണ്. ഊർജം പകർന്നുകൊണ്ട് പത്നി ഉണ്ടാവുക, അല്ലെ? പിന്നെ രായസ് പോഷായ ത്രിപദീഭവ, രായസ് റിച്ച്നസ്, സമ്പത്തിന്റെ പോഷണത്തിനായി 3ാമത്തെ ചുവട് വെക്കുക. മയോഭവ്യായ ചതുഷ്പദീഭവ, നമ്മുടെ ജീവിതത്തിലെ സൗഖ്യങ്ങൾക്ക് വേണ്ടി നീ എന്നോടൊപ്പം 4ാമത്തെ ചുവട് വെക്കുക. പ്രജാഭ്യ പഞ്ചപദീഭവ, പ്രജകൾക്ക് വേണ്ടി 5ാമത്തെ ചുവട് വെക്കുക. ഭാര്യാഭർത്താക്കന്മാർ ഒന്നിച്ചു നിന്നാലേ എന്തുണ്ടാവുള്ളൂ? പ്രജകളും ഉണ്ടാവുള്ളൂ. ഋതുഭ്യ ഷഡ്പദീഭവ, നാം നേരെയാണെങ്കിൽ എന്താണ്? ഋതുക്കളെ വരെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയും. നല്ല ഋതുക്കൾക്കായി ഋതുഭ്യ ഷഡ്പദീഭവ, അല്ലെ? ഇനിയോ 7ാമത്തെ പദം വരികയാണ്. എന്താണ്? സഖ സപ്തപദീഭവ, സഖിത്വത്തിനായി നാം രണ്ടുപേരും തുല്യരാണ്. ഈ 7ാമത്തെ ചുവട് വെച്ചാൽ ഞാൻ എൻ്റെ പൊസിഷൻ കൊണ്ട് വലിയ ആളായിരിക്കും, അല്ലെങ്കിൽ ഒരാൾ വളരെ വലുത് ആളായിരിക്കും,
ഒരാൾ വളരെ ചെറിയ ആളായിരിക്കും സമൂഹത്തിൽ സ്ഥാനം കൊണ്ട്. പക്ഷേ നമ്മൾ തമ്മിൽ എന്തല്ല, നമ്മുടെ കുടുംബത്തിൽ നാം രണ്ടുപേരും ഒന്നാണ്. സമാനം ഖ്യായതേ സഖാ സപ്തപതി ഭവ എന്നാണ്. അപ്പോൾ ഇപ്രകാരം എന്തായി തീർന്നിരിക്കുന്നു? ശ്രീ പരമേശ്വരന്റെ തന്റെ സഖാവാക്കി എടുത്ത, തുല്യനാക്കി എടുത്തതായ ആ ദേവിയുടെ തപസ് കൊണ്ട് ലഭിച്ച മുക്താസഖ. മുക്ത മൗക്തികമാണ്. മൗക്തികം എന്ന് പറഞ്ഞാൽ വീണ്ടും എന്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു കവനത്തിന്റെ ആ പദ്ധതിയിലേക്ക് നമ്മൾ പോവുകയാണ്. ഒരു കവനം, കവിത്വം. നമ്മൾ ഒരു കൃതി രചിക്കുന്നത് എങ്ങനെയാണ്? അതുപോലെയാണ്. അതെങ്ങനെയാണ്? ഒരു മുത്ത് ഉണ്ടാകുന്നത് പോലെയാണ്, മൗക്തികം ഉണ്ടാകുന്നത് പോലെയാണ്. മുത്തുച്ചിപ്പി എന്ത് ചെയ്യുന്നു? അത് അതിൻ്റെ പിളർന്ന വായുമായി അത് സമുദ്രത്തിൽ ശയിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ അതെന്തായിത്തീരുന്നു? ഉടനെ അത് അടഞ്ഞുകൊണ്ട് സമുദ്രത്തിലേക്ക് താണ് പോകുന്നു. ഇതുപോലെയാണ് കവിത ഉണ്ടാകുന്നത്. പറഞ്ഞാൽ അതെന്താണ്? എന്തോ ഒരു ബുദ്ധിഭ്രമം സംഭവിച്ചിട്ടുണ്ടോ എന്ന് തോന്നും. ആ മുത്തുമണി അങ്ങനെ സമുദ്രത്തിലേക്ക് അങ്ങ് താണുപോയി കഴിഞ്ഞാൽ അതിന് ബാഹ്യലോകവുമായി ഒരു ബന്ധവുമില്ലാതിരിക്കുന്നു. പിന്നെ ആ ജലബിന്ദു ആ മുത്തുമണിയുടെ ആ സംസ്കാരവുമായി താതാത്മ്യപ്പെടുകയാണ്. ഈ താതാത്മ്യപ്പെട്ട് കാലാന്തരത്തിൽ അത് എന്തായിത്തീരുന്നു? ആ ജലം ഒരു മുത്തുമണിയായിട്ട് മാറുന്നു. ഇതുപോലെയാണ് കവിത ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. എന്താണ്? കവിക്ക് നമ്മുടെ ലോകത്തിലുള്ളതായ അനുഭവങ്ങൾ, പല അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ട്. ചില അനുഭവങ്ങൾ മുത്തുമണിയിൽ വീണ വെള്ളം പോലെയാണ്. നമ്മുടെ ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്നു. അതോടെ എന്തായിത്തീർന്നു? അതോടെ കവി ഹൃദയ സംവാദത്തിലേക്ക് എത്തുന്നു. കവിയുടെ ഹൃദയം അപ്പോൾ ലഭിച്ച ഈ ആശയുമായി സംവദിക്കുന്നു, സമുദ്രത്തിന്റെ അടിയിലേക്ക് പോകുന്നു. ലോക വ്യവഹാരങ്ങളിൽ നിന്നെല്ലാം വിട്ടുമാറി അതുമായി മാത്രം സംവദിക്കുകയാണ് കവിയുടെ മനസ്സ്. കവിയെ സാധാരണ കാണുമ്പോ എന്താണ്? ചായ കുടിക്കാൻ വിളിക്കുന്ന ആളെ കവി കണ്ടാൽ അറിയാതെ പോകുന്നു. കാരണം എന്താണ്? ബാഹ്യബന്ധത്തിൽ നിന്ന് കവിയുടെ മനസ്സ് എവിടെയാണ്? ആ സമുദ്രാന്തർഭാഗത്താണ്. അവിടെ ആ മൗക്തികവുമായി, ആ മുത്തുച്ചിപ്പയുമായി, തനിക്ക് ലഭിച്ച പുതിയ ഇതിവൃത്തവുമായി സംവദിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതാണ് ലോകബന്ധമില്ല. അപ്പൊ നമ്മൾ ചിലപ്പോൾ അദ്ദേഹം നടന്നു പോകുന്നത് ചിലപ്പോൾ കണ്ടെന്ന് വരും. ആ സമയത്ത് കവി ആരെയും കണ്ടാൽ അറിഞ്ഞുകൊള്ളണമെന്നില്ല. കാരണം അവിടെ അതിശക്തമായ ഹൃദയ സംവാദം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലഭിച്ച ആ ഇതിവൃത്തത്തെ തീർത്തും ലൗകികമായ എല്ലാവരും കാണുന്ന ഒരു കാഴ്ച തന്നെയാണ്. പക്ഷെ അത് മനസ്സിനെ ആകർഷിച്ചിരിക്കുന്നു. അപ്പോഴെന്താണ്? അതുമായി സംവദിച്ച് ഒരു കാവ്യ തല്ലജം അതിൽ നിന്ന് പുറത്തു വരുന്നത്. അതാണ് മുത്തുമണി പോലെയാണ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഹൃദയ സംവാദത്തിന്റെ ആ ഒരു പ്രക്രിയ അതെന്താണ്? അതൊരു മുത്തുമണി, ഒരു മൗക്തികം രൂപപ്പെടുന്നത് പോലെയാണ്. ഇനി ഇതെവിടെയാണ് പാർവതിയുടെ കാര്യത്തിൽ? അതികഠിനമായിട്ടുള്ള തപസ്സാണ് അവൾ അനുഷ്ഠിച്ചത്. സാധാരണ പാർവതി ഉമയായത് എന്തുകൊണ്ടാണ്? ഉമേതി മാത്ര തപസോ നിഷിദ്ധ പശ്ചാത് ഉമാഖ്യാം സുമുഖി ജഗാമ എന്ന പദത്തിന് തപസ് എന്നും കൂടെ അർത്ഥമുണ്ട്. മാ എന്ന് പറഞ്ഞാൽ എന്താണ്? അരുത് മോളെ, നീ തപസ് ചെയ്യരുത്. നീ അതീവ ദുർബലയാണ്, നീ വേലവാങ്കിയാണ്, നീ തപസ് അനുഷ്ഠിക്കരുത് മോളെ എന്ന് ആര് പറഞ്ഞു? എന്ന് ഹിമവാന്റെ പത്നിയായിട്ടുള്ള ആരാണ്? ഹിമവാന്റെ പത്നി അല്ലേ? അതാണ് ആര്? ഉമയുടെ അമ്മ. അവള് എന്ത് ചെയ്തു? അമ്മ പറഞ്ഞു, മേന എന്നാണ് പേര്, മേന. ആ മേനയാണ് പറഞ്ഞത്, മോളെ നീ തപസ്സനുഷ്ഠിച്ചത് മാ എന്നാണ് പറഞ്ഞത്. പക്ഷെ അവൾ അത് ചെയ്തില്ല. അമ്മേ, എന്റെ കർമാനുഷ്ഠാനത്തിന് വിടൂ. അമ്മ പറഞ്ഞതിനെ ധിക്കരിക്കുകയല്ല ഇവിടെ. എന്താണ്? സ്വന്തം കർമാനുഷ്ഠാനത്തിന് വിടുക, മക്കളെ വിടുക, അല്ലേ? അതാണ് ആര് കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക്? നമ്മുടെ ലക്ഷ്മണന്റെ മാതാവ് അല്ലേ? നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. സൗമിത്രി നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലെ? ഗച്ഛ താത യഥാ സുഖം. താതാ, പ്രിയപ്പെട്ടവനെ, മോനെ, നിനക്ക് ഇതിൽ എവിടെ സുഖം അതുപോലെ നീ
ചെയ്യുക. കാരണം പക്ഷേ അമ്മയ്ക്ക് പറയാനുള്ള വാക്ക് അവിടെ ഉണ്ട്. എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? എന്താണ്? അവിടെ നീ എവിടെ പോയാലും നിന്റെ കർത്തവ്യങ്ങളിൽ മാറ്റമില്ല. കാരണം എന്താണ്? രാമം ദശരഥം വിദ്ധി, രാമൻ നിന്റെ അച്ഛനാണ് എന്ന് മനസ്സിലാക്കുക. നീ ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ, കാട്ടിപ്പോയാൽ ഇവിടെ അച്ഛനോ അമ്മയൊന്നുമില്ല, യഥേഷ്ടം എനിക്ക് എന്തും ചെയ്യാം എന്നല്ല അർത്ഥം. ജ്യേഷ്ഠനെ അച്ഛനായി കാണണം, അല്ലേ? മാമിതി. ഇനി നീ ഇവിടെ നിൽക്കുകയാണെങ്കിലോ, രാജധാനിയിൽ നിൽക്കുകയാണെങ്കിൽ നിന്റെ ജ്യേഷ്ഠൻ തന്നെയാണ് നിന്റെ അച്ഛൻ. ആര്? ദശരഥൻ ജ്യേഷ്ഠൻ തന്നെയാണ്, അല്ലെ? സഹോദരനിൽ പിതാവിനെ ദർശിക്കുക, പിതാവിൽ സഹോദരനെ ദർശിക്കുക. ഇതെല്ലാം എന്താണ്? ഒന്നാണ്. അപ്പൊ നീ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? നീ ചെയ്യുന്ന പ്രവൃത്തി നിന്റെ സഹോദരനുള്ള ശുശ്രൂഷയാകും, സഹോദരനുള്ള ശുശ്രൂഷ നിന്റെ അച്ഛനുള്ള ശുശ്രൂഷയും ആകും, അഥവാ ഈ ലോകത്തിന് മുഴുവനുള്ള ശുശ്രൂഷയാകും. ബൈബിള് പറയുന്നു, ഈ ചെറിയവരിൽ ഒരുവന് നീ ചെയ്തപ്പോൾ നീ എനിക്ക് തന്നെയാണ് ചെയ്തത്. ഇതല്ലേ സുമിത്ര പറഞ്ഞതിന്റെ അർത്ഥം, അല്ലേ? നോക്കൂ, എത്ര ആശയതലങ്ങളിലേക്ക് നോക്കുമ്പോ എവിടെയെല്ലാം ചെന്ന് മുട്ടുന്നു എന്ന് നോക്കുക. ചെന്ന് മുട്ടുന്നില്ല, ചെന്ന് മുട്ടില്ല. മുട്ടണമെങ്കിൽ ഒരു പരിധി വേണമല്ലോ. ഇതിന് പരിധിയില്ല, അങ്ങ് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അത് എവിടെയും നിൽക്കാതെ അങ്ങ് പോവാണ്. അപ്പൊ പാർവതിയോട് പറഞ്ഞു, എന്താണ്? മേന പറഞ്ഞു, ഉമാ മോളെ തപസ്സരുത് എന്ന് പറഞ്ഞു. പക്ഷെ അത് അവൾക്ക് പേരായി മാറി. ഉമേതി മാത്ര തപസോ നിഷിദ്ധ പശ്ചാതുമാഖ്യാം സുമുഖി ജഗാമ. പിന്നീട് അവൾക്ക് എന്തുണ്ടായി? ഉമ എന്ന പേര് അവൾക്കുണ്ടായി. അവൾ എന്ത് ചെയ്തു? അമ്മേ, ലക്ഷ്മണൻ പോയതുപോലെയാണ്, അല്ലാതെ വാക്കിനെ ധിക്കരിച്ചു കൊണ്ടല്ല. പാർവതിയോട് പറയുമ്പോ, ഉമ പറയുമ്പോൾ, മേന പറയുമ്പോ എന്താണ്? മോളെ, നിനക്കത് പറ്റിയതാണോ? അല്ല, ചെയ്യണോ? അല്ല. എന്താണ്? ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്ത ഉത്തിഷ്ഠ പരം തപ. ഹൃദയ ദൗർബല്യമാണ് എന്തായി തീരുന്നത്? തപസ്സിന് പറ്റില്ല എന്ന് പറയുന്നത്. അതവൾ തെളിയിച്ചു. എങ്ങനെ തെളിയിച്ചു? മൃണാളികാപേലവമേവമാദിഭിർ ഹൃദയസ്വമംഗം ഗ്ലപയന്ത്യഹർനിശം തപശരീരൈ കഠിനൈരുപാർജിതം തപസ്വിനാം ദൂരമധശ്ചകാരസ. അതികഠിനമായിട്ടുള്ള കൃച്ഛ്രമായ തപസ്സുകൾ അനുഷ്ഠിച്ചുകൊണ്ട് തൻ്റെ മൃണാളിക പോലെ, താമരവളയം പോലെയുള്ള, താമരത്തണ്ട് പോലെയുള്ള ആ ശരീരം, അതിനെ അവൾ ഗ്ലപിപ്പിച്ചു, വീണ്ടും വീണ്ടും കൃശമാക്കി തീർത്തു. പക്ഷേ ആ കൃശമാക്കി തീർക്കലിലൂടെ അവൾ കാട്ടിക്കൊടുത്തു ലോകത്തിന് ദൃഢഗാത്രരായ പുരുഷന്മാരായ ആളുകൾ ചെയ്യുന്ന തപസ്സിനേക്കാൾ കൃച്ഛ്രതരമായ തപസ് ആ പെൺകുടി അനുഷ്ഠിച്ച് അവളുടെ ലക്ഷ്യം നേടി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെയും നമ്മള് ഭഗവത്ഗീത വായിച്ചു കേട്ട ഭാഗത്ത് നമ്മൾ എന്താണ് പറഞ്ഞത്? കർമ്മം അനുഷ്ഠിക്കുക. കർമ്മണ്യവ അധികാര. കർമ്മത്തിലാണ് നിന്റെ അധികാരം, അല്ലാതെ എന്തിലല്ല, ചടഞ്ഞുകൂടി ഇരിക്കുന്നതിലല്ല നിന്റെ അധികാരം. കർമ്മത്തിൽ അധികാരം എന്താണ്? അധികാര ഫലസ്വാമ്യം എന്നാണ്. ഫലത്തിനുള്ള സ്വാമിത്വമാണ് അധികാരം എന്ന് പറയുന്നത്. അധികാരം, അല്ലെ? അധികാരം, ഫലസ്വാമ്യം, ഫലത്തിന് സ്വാമിയായിരിക്കുന്ന ആളാണ് അധികാരി. SSLC പരീക്ഷ കണക്കാണ്, 12ാം ക്ലാസ്സിന്റെ പരീക്ഷ കണക്കാണ്. അധ്യാപകരൊക്കെ കുട്ടികളെ നന്നായി പരിശ്രമിച്ച് പഠിപ്പിച്ച്, സ്കൂളിന്റെ സമയം കഴിഞ്ഞാലും അവിടെ ഇരുത്തി പഠിപ്പിച്ച്, അല്ലേ, അങ്ങനെ പരീക്ഷയ്ക്ക് തയ്യാറാക്കി അങ്ങോട്ട് വെച്ചിരിക്കും. അത് കഴിഞ്ഞ് റിസൾട്ട് വരുന്ന സമയത്ത് 100% റിസൾട്ട്. ഉടനെ തന്നെ പത്രക്കാർ വിളിക്കുന്നു. ആരെ വിളിക്കുന്നു? ഹെഡ് മാസ്റ്റർ വിളിക്കുന്നു, പ്രിൻസിപ്പാള് വിളിക്കുന്നു, അഭിനന്ദനം അറിയിക്കുന്നു. ഫലത്തിന് സ്വാമിയായത് ആരാണ്? ഹെഡ് മാസ്റ്റർ. അപ്പൊ എന്തായി തീർന്നു? ഫലസ്വാമ്യം. അതാണ് അധികാരം എന്ന് പറയുന്നത്. ഇതെല്ലാം നടന്നാൽ ആരെയാണ് വിളിച്ച് അഭിനന്ദിക്കുന്നത്? അവർക്കാണ് ഫലം. അതാണ് അധികാര ഫലസ്വാമ്യം. ഇനി അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായാലോ അതും അത് തന്നെയാണ്. അദ്ദേഹത്തെ വിളിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആളുകൾ വഴക്ക് പറയുന്നത്, അവിടെ എന്തെങ്കിലും നിന്ദ ഒക്കെ ഉണ്ടാവുന്നത് അവിടെയാണ്. അപ്പോൾ അവൾ ഫലത്തിന് അധികാരം നേടിയെടുത്തു. അതിലൂടെ എന്താണ് ഈ പറഞ്ഞ തപസ് എന്തല്ല, വെറുതെ പഞ്ചാഗ്നി മധ്യത്തിൽ നിന്ന് തപസ് ചെയ്യലല്ല. 4 ഭാഗത്തും ഇന്ധനം കൊണ്ട് സംഭൃതമായ അഗ്നി, 4 ഭാഗത്തും ഇന്ധനം കൊണ്ട് എന്താണ് കത്തിക്കുന്നതായ അഗ്നി, മുകളിൽ സൂര്യനെ നോക്കി തപസ് ചെയ്യുക. അപ്പൊ 4 ഭാഗത്തും
എന്താണ്? ഇന്ധന സംഭൃതമായ അഗ്നി, വിറകുകൊണ്ട് കത്തിച്ച അഗ്നി, അഗ്നികുണ്ഡങ്ങൾ. അതിന്റെ മധ്യത്തിൽ നിന്ന് മുകളിൽ ജ്വലിക്കുന്ന സൂര്യനെ നോക്കുക. അതാണ് പഞ്ച അഗ്നി എന്ന് പറയുന്നത്. ഉപനിഷത്തുകളിൽ പറയുന്ന പഞ്ചാഗ്നി വേറെ ഉണ്ട് കേട്ടോ, അതിലേക്ക് നമുക്കിപ്പോ പോവാൻ നേരമില്ല. അപ്പൊ അത് വേറെ പഞ്ചാഗ്നിയാണ്. അപ്പോ അപ്രകാരം തപസ്സനുഷ്ഠിച്ച് ആ സമയത്ത്, ഏത് നല്ല വേനലിൽ, എന്നാലോ അത് കഴിഞ്ഞിട്ട് അവൾ വസന്തമല്ല, ശിശിരം വന്നപ്പോൾ, ശിശിരകാലത്തിൽ അവൾ എന്താണ്? കഴുത്തിനൊപ്പം വെള്ളത്തിൽ നിന്നുകൊണ്ട് തപസ്സനുഷ്ഠിച്ചു. വിറയ്ക്കുന്ന അധരങ്ങളോടെ വെള്ളത്തിൽ നിന്നുകൊണ്ട് അവള് തപസ്സനുഷ്ഠിച്ചു. അങ്ങനെയാണ് മൃണാളിക പോലെയുള്ളതായ തൻ്റെ അംഗങ്ങളെ തപസ് കൊണ്ട് കൃശമാക്കി തീർത്ത്, എന്താണ്, ദൃഢഗാത്രരായ മുനിമാർ ചെയ്തിട്ടുള്ള തപസ്സിനെ അവൾ എന്താക്കി തീർത്തു? അവൾ ദൂരം അധശ്ചകാര, അതൊക്കെ തീരെ എന്തായി തീർന്നു? ഒരു വിലയും ഇല്ലാത്തതാക്കി തീർത്തു. തപസ് എങ്ങനെയായിരിക്കണം? പാർവതി അനുഷ്ഠിച്ച തപസ്സാണ് തപസ് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാക്കി. അതിലൂടെ അപ്പൊ തപസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ചൂട് പിടിപ്പിക്കൽ, ശരീരം ചൂട് പിടിപ്പിക്കൽ മാത്രമല്ല, അല്ലെങ്കിൽ തണുപ്പ് മാത്രമല്ല, പ്രതികൂലതകളെ തരണം ചെയ്യൽ മാത്രമല്ല. അവിടെ എങ്ങനെയായിരിക്കണം? അവിടെ വീണ്ടും അതാണ്, ഓരോ പദവും ഓരോ ആശയത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. അതിലൂടെ ലഭിച്ചത് എന്താണ്? മൗക്തികമാണ് ലഭിച്ചത്. അപ്പൊ മൗക്തികമാണ് ലഭിച്ചതെങ്കിൽ അവിടെ എന്താണ്? അവിടെ നടന്ന പ്രക്രിയ ഈ ചൂട് സഹിച്ചു നിൽക്കൽ മാത്രമല്ല, ധ്യാനത്തിന്റെ, മനനത്തിൻ്റെതായ പ്രക്രിയയാണ്. അല്ലേ? നമ്മുടെ മുത്തുച്ചിപ്പിയിൽ ജലവുമായിട്ടുള്ള ആ ഹൃദയ സംവാദം. അപ്പോൾ അവൾ എന്താണ് ചെയ്ത്? അവൾ ധ്യാനിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ശ്രീ പരമേശ്വരനെ. കവികള് വേറെ വല്ലതും ചിന്തിച്ചു പോവല്ല. അവരെന്താണ്? അവർക്ക് ലഭിച്ച ഇതിവൃത്തവുമായി അവരുടെ മനസ്സ് സംവദിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെയാണ് ആ തപസ്സനുഷ്ഠിക്കുന്ന സമയത്തും അവൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? അവൾ തൻ്റെ ഹൃദയേശനായി വരിച്ചിരിക്കുന്ന ആ ശക്തിയെ, ആ ശംഭുവിനെ അവൾ ധ്യാനിച്ചുകൊണ്ടേ ഇരുന്നു. അങ്ങനെ ആ ഹൃദയ സംവാദത്തിൽ ലഭിച്ച മൗക്തികമാണ് അവൾക്ക് പതിയായി ശ്രീ പരമേശ്വരൻ എന്നർത്ഥം. അദ്ദേഹവുമായിട്ട് എന്തായി തീർന്നു? വിവാഹമായതുകൊണ്ട് എന്തായി? സഖീഭാവവും വന്നു എന്ന് അർത്ഥം. അപ്പോ അതിലെ ആദ്യത്തിന്റെ പദത്തിന്റെ അർത്ഥമാണ് ഒരു വിധത്തിൽ ഞാൻ പറഞ്ഞത്. അദ്രീശന്റെ വംശത്തിന് അങ്കുരമായിട്ടുള്ള ശ്രീപാർവതിയുടെ സുഹൃതത്തിന്റെ പരിണാമ ഫലമായി അതിൽ നിന്ന് ലഭിച്ച മൗക്തികമായ സഖീഭാവത്തോട് കൂടിയവൻ, മൗക്തികമായി ലഭിച്ച സഖാവാണ് എന്ന സംജ്ഞയോട് കൂടിയത് ലോകപ്രസിദ്ധമായി തീർന്നു. ഏതാണ്? രഹസ്യമായിട്ടാണ് അവർ ചിന്തിച്ചതെങ്കിലും നാമകരണത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ അച്ഛൻ വളരെ രഹസ്യമായി കാതിൽ പറഞ്ഞതിന് ഉറക്കെ പറയുന്ന അമ്മ, അതുപോലെ അവരുടെ ആ സഖീഭാവം എന്തായി തീർന്നു? അത് ലോകത്ത് തന്നെ പ്രസിദ്ധമായി തീർന്നു. പിന്നെ നിജജന ഹൃദയ ആനന്ദ സന്തോഷ രൂപമാണ് ആ തേജസ്. നിജജനം, തൻ്റെതായ ജനങ്ങളുടെ, നിജജനം എന്ന് പറഞ്ഞാൽ എന്താണ്? തൻ്റെതായ ജനം. തൻ്റേതല്ലാത്ത ജനം ആരാണുള്ളത്? എല്ലാ ജനവും തൻ്റേത് തന്നെയാണ്, അല്ലെ? ആ പരമാത്മ ചൈതന്യത്തിന്റെ എന്താണ്? സഞ്ചരിക്കുന്ന ആലയങ്ങളാണെന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ ജനങ്ങൾ. അങ്ങനെ ഉള്ള ജനങ്ങളുടെ ഹൃദയത്തിന് ആനന്ദം, ഹൃദയത്തിന് ആനന്ദത്തെ സന്തോഹനം ചെയ്യുക. ആ ആനന്ദത്തെ അതിൽ നിന്ന് എന്താണ്? ഊറ്റിയെടുക്കുക, കറന്നെടുക്കുക എന്നൊക്കെയാണ് അർത്ഥം. അങ്ങനെയുള്ള ആനന്ദത്തെ സന്തോഹനം ചെയ്യുന്ന രൂപത്തിലുള്ളതും. പിന്നെ എന്താണ്? ബാഹ്യ ആഭ്യന്തര ആന്ധ്യ ഉന്മദന കൃതി പടിഷ്ഠം. ബാഹ്യവും ആഭ്യന്തരവുമായിട്ടുള്ള, ആഭ്യന്തരം എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ളത്, ബാഹ്യവും അഭ്യന്തരത്തിലുള്ളതും. അഭ്യന്തരത്തിലുള്ളതാണ് ആഭ്യന്തരം. അഭ്യന്തരത്തിലുള്ളത് ബഹിർഭവം, ബാഹ്യം. പുറത്തുള്ളത് ബാഹ്യം. അന്തരത്തിലുള്ളത്, അഭ്യന്തരത്തിലുള്ളത് ആഭ്യന്തരം. ബാഹ്യവും ആഭ്യന്തരവുമായിട്ടുള്ള ആന്ധ്യത്തെ, ആന്ധ്യം അന്ധത, ദ്വാന്തം, അല്ലെ? എന്താണ്? തമസ്. രണ്ടിടത്തുമുള്ളതായ തപസ്സിനെ ഉന്മദനം ചെയ്യുന്നതിൽ, ഉന്മദനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്?
അതിനെ കടഞ്ഞു മാറ്റുക, മഥനം ചെയ്യുക. അതിനെ കടഞ്ഞു മാറ്റുന്നതിൽ എന്താണ് മഥനകൃതിയിൽ പടിഷ്ഠം. പടിഷ്ഠം എന്ന് പറഞ്ഞാൽ പടുതമം. പടുതരം പടുതമം. പടു എന്ന് പറഞ്ഞാൽ എന്താണ്? സമർത്ഥമായിട്ടുള്ളത് അല്ലെ? പടുകരണങ്ങൾ, പടുവായ കരണങ്ങളോട് കൂടിയവർ, സമർത്ഥമായ ഇന്ദ്രിയങ്ങളുള്ളവർ എന്നൊക്കെ അർത്ഥം. പടുകരണ ഈ പ്രാണിഭിപ്രാവണീയ മേഘാദേശത്തിൽ പറയുന്നു കാളിദാസൻ. അപ്പോ അങ്ങനെ ബാഹ്യവും ആഭ്യന്തരവുമായിട്ടുള്ള അന്ധകാരത്തെ കടഞ്ഞ് നീക്കുന്നതിൽ ഏറ്റവും പടുത്വമാർന്നത് പടിഷ്ഠം, സൂപ്പർലേറ്റീവിലുള്ള പദമാണ്. പടീയസ് പടിഷ്ഠം. അതിനാണ് നമ്മൾ തരം തമ പറയാ. പടുതരം പടുതമം. അതിന് പകരമാണ് പടിഷ്ഠം. സർവഭൂതാന്തരം. പിന്നെ എന്താണ്? സർവഭൂതങ്ങൾക്കും അന്തരം തന്നെ ആയിരിക്കുന്നത്. എല്ലാ ഭൂതത്തിന്റെയും അന്തരമായിരിക്കുന്നത്, ഹൃദയമായിരിക്കുന്നത് ഈ ദേവൻ തന്നെയാണ്. അവിടെ സ്ഥിതി ചെയ്യുന്നതല്ല, ആ ദേവൻ തന്നെയാണ് എന്തായിരിക്കുന്നത്? അന്തരാത്മാവായി ഇരിക്കുന്നത്. ഇപ്രകാരമുള്ളതായ യത് പരം തേജഃ, ഇങ്ങനെയുള്ള പരമമായ ഏതൊരു തേജസ്സുണ്ടോ, ആ തേജസ് എവിടെയാണ്? ഉദയൻ പേരൂർ ദേശേ സന്നിഷണ്ണം. ഉദയം പേരൂർ എന്ന ദേശത്ത്, അവിടത്തെ ദേവാകാരത്തിൽ, മന്ദിരത്തിൽ, സന്നിഷണ്ണം സമ്യക് നിഷീദതി. നിഷീദ എന്ന് പറഞ്ഞാൽ എന്താണ്? കുടികൊള്ളുന്നു, ഇരിക്കുന്നു എന്നൊക്കെ അർത്ഥം. അവിടെ ഇരിക്കുന്നതായ ആ തേജസ് ആകട്ടെ നഹ എന്ന് പറഞ്ഞാൽ നമുക്ക്, അസ്മാകം എന്നർത്ഥം. ഈ അസ്മത് ശബ്ദത്തിനും യുഷ്മത് ശബ്ദത്തിനൊക്കെ രണ്ടാമതൊരു രൂപം കാണാം. മാം മാ, ആവാം നൗ, അസ്മാൻ നഹ. അതുപോലെ ത്വാം ത്വാ, യുവാം വാം, യുഷ്മാൻ വഹ. ഇതിലൊക്കെയുള്ള ഈ രണ്ടാമത്തെ രൂപമാണ് മിക്കവാറും നമ്മുടെ സാഹിത്യങ്ങളിൽ, സാഹിത്യത്തിൽ ഇങ്ങനെയുള്ള നമ്മുടെ ആത്മീയ സാഹിത്യത്തെ കൃതികളിൽ കാണുന്നത് അർത്ഥം അല്ലെ? കസ്മൈ മാദദാസി, എന്നെ ആർക്കാണ് അച്ഛ അങ്ങ് കൊടുക്കുന്നത് എന്ന് നചികേതസ് അച്ഛനോട് ചോദിച്ചതുപോലെ കസ്മൈ മാദദാസി, മാം എന്നല്ല മാദദാസി. അച്ഛൻ എന്താണ് പറയുന്നത്? മൃത്യവേ ത്വാദദാമി. ത്വാം എന്ന് പറഞ്ഞില്ല, ത്വാ ദദാമി. അതുപോലെ ഗീർനഹ ശ്രേയഹ, നഹ എന്നൊക്കെ പറയുന്നത്. അസതോ മാ സദ്ഗമയ എന്നൊക്കെ പറയുന്ന അടുത്ത് നമുക്കിത് കാണാൻ കഴിയും. അതുപോലെ സഹ നൗ അവതു, സഹ നൗ ബുനക്. ഒക്കെ ഈ രണ്ടാമത്തെ രൂപമാണ് അധികവും നമ്മുടെ ഈ സ്ക്രിപ്റ്റേഴ്സിൽ, തിരുലിഖിതങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് തന്നെയാണ് ഇവിടെയും പ്രയോഗിച്ചത്. നഹ നമുക്ക്, സാതത്യവൃത്യ, സാതത്യം സതതം, സതതമായിട്ടത്. സാതത്യഗമനം എന്ന് കേട്ടിട്ടില്ലേ? എന്താ സാതത്യഗമനം? എപ്പോഴും ഉള്ളതായ പോക്ക്, കൃത്യമായി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു, സമയത്തെ പോലെ. സമയം പോയിക്കൊണ്ടേ ഇരിക്കുന്നു, ആർക്കും പിടിച്ചു നിർത്താൻ പറ്റാത്ത വിധത്തിൽ. അങ്ങനെ നിരന്തരമായി പോയിക്കൊണ്ടിരിക്കുന്നതിനാണ് നമ്മൾ സാതത്യഗമനം എന്ന് പറയാം. അതുപോലെ ഇവിടെ സാതത്യവൃത്യ, നിരന്തരമായിട്ടുള്ള വൃത്തിയിലൂടെ. സുചിരം, ചിരം എന്ന് പറഞ്ഞാൽ തന്നെ വളരെ കാലം എന്നർത്ഥം. സുചിരം എന്ന് പറഞ്ഞാലോ വളരെ വളരെ കാലം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കുറെ കാലത്തേക്ക് എന്നല്ല, നിത്യവും, എന്നും, എല്ലായ്പ്പോഴും നമുക്ക് ഭദ്രാണി ദൃഢയതു, നമുക്ക് ഭദ്രമായിട്ടുള്ള കാര്യങ്ങൾ, ഭദ്രമായിട്ടുള്ള എല്ലാറ്റിനെയും നമുക്ക് ദൃഢമാക്കി തരട്ടെ, സുദൃഢമാക്കി തരട്ടെ, ഉറപ്പിച്ച് നിർത്തട്ടെ. നമ്മുടെ ശ്രേയസ്സിനുതകുന്ന എല്ലാം, നമുക്ക് ഹിതകരമായിട്ടുള്ളത് എല്ലാം. അതാണ് ഭദ്രം എന്നാണ് അവിടെ പറഞ്ഞത് അല്ലെ? നമ്മൾ എന്താണ് കേൾക്കേണ്ടത്? ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ, ഭദ്രം പശ്യേമ അക്ഷഭിര്യജത്രാഹ. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. വേദമാണ്, ഋഗ്വേദത്തിലെ മന്ത്രമാണ് അത്. ഭദ്രം, ഞങ്ങൾ ഭദ്രമായിട്ടുള്ളതിനെ കാണട്ടെ. അപ്പോ ഭദ്രം അല്ലാത്തത് പലതും നടക്കുന്നു, പലയിടത്തും നടക്കുന്നുണ്ട്. അതൊന്നും ഞങ്ങൾക്ക് കാണേണ്ട, ഭദ്രമായിട്ടുള്ളതിനെ ഞങ്ങൾക്ക് കാണാൻ ഇടയാകട്ടെ. ഭദ്രമായിട്ടുള്ളത് ഞങ്ങൾ കർണേഭി ശൃണുയാമ, ഞങ്ങൾ ചെവികൾ കൊണ്ട് കേൾക്കുമാറാകട്ടെ. അതുപോലെ ഇവിടെ പലപ്പോഴും എന്താണ്?
നമ്മുടെ മനസ്സിൽ വേണ്ടതും വേണ്ടാത്തതും എല്ലാം വന്നു പോകും. പല ഇച്ഛകളും നമുക്ക് ഉണ്ടാകും, അഭിനിവേശങ്ങളും നമുക്കുണ്ടാകും. അതിൽ നമുക്ക് ഭദ്രമായിട്ടുള്ളതും ഭദ്രമല്ലാത്തതും ഉണ്ടാകും. നമുക്ക് ഹിതമായിട്ടുള്ളതെല്ലാം എന്താവില്ല, പ്രിയമാകണമെന്നില്ല. പ്രിയമായതെല്ലാം ഹിതമാകണമെന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം? പ്രേയസ്സല്ല ശ്രേയസ്, ശ്രേയസ്കരമായിട്ടുള്ളതും നമുക്ക് ഹിതമായിട്ടുള്ളതും ആയ എല്ലാം നിൽക്കുമാറാകട്ടെ. ആ ദേവന്റെ അനുഗ്രഹം കൊണ്ട് ആ ദേവൻ ഇതെല്ലാം നമുക്ക് നിലനിർത്തി തരട്ടെ എന്നാണ് ഈ ശ്ലോകത്തിന്റെ ആശയം. പക്ഷേ അതിലെന്തായില്ല, ഇതിൽ ഓരോന്നും ഇനിയും വളരെയേറെ വിശദീകരണം അർഹിക്കുന്നതാണ് ഓരോ പദവും, അല്ലെ? അപ്പോ അവിടെ ആദ്യമേ തന്നെ ഒന്നാമത് എന്താണ്, ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? ഈ സ്ഥലത്തിനൊരു പ്രത്യേകമായ പേരുണ്ട്. എന്താണ്? തപസ്സിനാണ് ഇവിടെ പ്രാധാന്യത്തെ കൊടുത്തിരിക്കുന്നത്, ഈ ഉദയംപേരൂരിനെയും. അപ്പോ ഇവിടത്തെ ഏകാദശി വ്രതത്തിനാണ് ഇവിടെ ശരിക്ക് പ്രാധാന്യമുള്ളത് ഈ ക്ഷേത്രത്തിന്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആയിട്ടുള്ളത്? ഇതിന് ഏകാദശി എന്ന പേരിൽ തന്നെ ഉദയംപേരൂർ ഏകാദശി പെരുന്തൃക്കോവിൽ എന്നാണ് ഇതിന് പറയുന്നത്. ഉദയംപേരൂര് ഏകാദശി പെരുന്തൃക്കോവിൽ എന്നാണ്. അപ്പൊ ഏകാദശി എന്നുള്ളതുകൊണ്ട് തന്നെ സൂചിപ്പിക്കുന്നത് എന്താണ്? വ്രതത്തെയാണ് ഏകാദശി കൊണ്ട് നമ്മൾ പറയുന്നത്. അതും സാധാരണ ഏകാദശി അല്ല. അതിൽ തന്നെ ഹരിവാസരം എന്ന് പറയുന്നത് എന്താണ്? ആ ഏകാദശി അവസാനിക്കുമ്പോൾ ദ്വാദശിയിലേക്ക് കടന്നു നിൽക്കുന്ന ഏകാദശിയാണ് അവിടെ. അതിന്റെ പാരണ വരുന്നത് ത്രയോദശിയിലാണ് അതിന്റെ പാരണ വരുന്നത്. അല്ലാതെ കൃത്യമായിട്ട് ദശമിയിൽ തുടങ്ങിയിട്ട് ഏകാദശി വ്രതം അനുഷ്ഠിച്ച് ദ്വാദശിയിൽ പാരണ അനുഷ്ഠിക്കുന്നതല്ല, മറിച്ച് ദ്വാദശിയിലേക്കും വ്യാപിച്ചു നിൽക്കുന്ന ഏകാദശിയാണ് എന്ത് പറയുന്നത്? അതിനെയാണ് ഹരിവാസരം എന്ന് പറയാറുള്ളത്. അതും കഴിഞ്ഞ് ത്രയോദശിയിലാണ് അതിന്റെ പാരണ വരുന്നത്. അപ്പോ ദീർഘമായിട്ടുള്ള തപശ്ചര്യയുടെ പ്രതീകമാണ് ഈ ഏകാദശി പെരുന്തൃക്കോവിൽ എന്നുള്ള ആ പേര് തന്നെ. അപ്പൊ അത്രയും കഠിനമായ തപസ്സനുഷ്ഠിച്ച ഹിമവത് പുത്രി, ഹിമവാന്റെ പുത്രി. ഇനി ഹിമവാൻ എന്ന് പറയുമ്പോഴോ നമ്മുടെ സംസ്കാരത്തിൽ, ഭാരതത്തിന്റെ സംസ്കാരത്തിൽ അതിനുള്ള പ്രാധാന്യം എത്രയാണ്, അല്ലേ? കാളിദാസൻ തന്റെ കുമാരസംഭവം എന്ന മഹാകാവ്യം ആരംഭിച്ചത് തന്നെ അസ്തി ഉത്തരസ്യാം ദിശി ദേവതാത്മാ ഹിമാലയോ നാമ നഗാധിരാജ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഭൂമിക്ക് അളവുകോല് പോലെ സ്ഥിതി ചെയ്യുന്ന കിഴക്കും പടിഞ്ഞാറുമുള്ള 2 സമുദ്രങ്ങളിലേക്ക് പ്രവേശിച്ച് കിടക്കുന്ന ഒരു വലിയ കോട്ട പോലെ സ്ഥിതി ചെയ്യാണ്. ഒരു പഴുതവിടെ ശത്രുക്കൾക്ക് കടന്നു വരാൻ കൊടുക്കാത്ത വിധത്തിൽ 2 സമുദ്രങ്ങളിലേക്ക് ഇറങ്ങിക്കിടക്കുന്നു ഹിമവാന്റെ പാദങ്ങൾ. ഇപ്പൊ പൂർണ്ണമായിട്ടും ഭാരതഖണ്ഡത്തിന്റെ, ഭാരതം എന്ന ഉപഭൂഖണ്ഡം കൊണ്ടാണ് നമ്മള് ഭാരതഖണ്ഡം എന്ന് പറയുന്നത്. ഭാരതഖണ്ഡത്തിന്റെ, ഭാരതവർഷത്തിന്റെ വടക്കേ അതിരായി കിടക്കുന്നതായ ഹിമവാനെ കുറിച്ച് പറയുന്നു. അപ്പോൾ ആ ഹിമവാൻ അവിടെ മാത്രമല്ല, വടക്ക് ദിക്കിനെ നമ്മൾ എന്ത് പേരാണ് പറയുന്നത്? ദിക്കിന് പോലും നമ്മൾ ഉത്തര ദിക്കെന്ന് പറഞ്ഞു. തരം, കൂടുതൽ ഉയർന്നു കിടക്കുന്ന ദിക്ക്. എല്ലാത്തിനെയും സൂപ്പർലേറ്റീവിന്റെ അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. തരം എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. തമമാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഉത്ത് എന്ന് പറഞ്ഞാൽ ഉയർന്നത്. തരം കൂടുതൽ ഉയർന്നത്. തമമാണ് ഏറ്റവും ഉയർന്നത് എന്ന് വരേണ്ടത്. പക്ഷെ സൂപ്പർലേറ്റീവിന്റെ അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന ഒരു കമ്പാരിറ്റീവ് ഡിഗ്രി, മറ്റെല്ലാറ്റിനെയും അപേക്ഷിച്ച് കൂടുതൽ ഉയർന്ന് നിൽക്കുന്നത് പർവ്വതം. അപ്പൊ ആ ദിക്കിന് നമ്മൾ എന്ത് പേരാണ് കൊടുത്തത്? ഉത്തര ദിക്കെന്നാണ് പേര് കൊടുത്തത്. അല്ലെങ്കിൽ ആ ദിക്കിന് നമ്മൾ എന്ത് പറയേണ്ടതായിരുന്നു? ഉദീജി എന്നാണ് പറയേണ്ടിയിരുന്നത്, അല്ലെ? പ്രാക്ക്, അവാചി, പ്രതീചി, ഉദീചി, ഇങ്ങനെയാണ് ദിക്കുകളുടെ പേര്. പ്രാക്ക് കിഴക്ക് ദിക്ക്, പ്രാക്ക്. അവാചി, അവാചി എന്ന് പറയുമ്പോൾ എന്താണ്? തെക്ക്. അവാചി. പ്രതീചി പടിഞ്ഞാറ്, ഉദീചി വടക്ക്. അങ്ങനെ ആ ഉദീചി ദിക്കിനെ നമ്മൾ ഉത്തര ദിക്ക് എന്ന് പറയാൻ കാരണം എന്താണ്, അല്ലേ? പ്രാക്കിനെ നമ്മൾ
പൂർവ്വദിക്ക് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? സന്ധ്യാവന്തനം ചെയ്യുമ്പോൾ ഭാരതമാണ് നമ്മുടെ രാജ്യം. ഭാരതം, ഭാസ്, ഭ എന്ന് പറഞ്ഞാൽ ഭാസ്, ഭ എന്ന പദത്തിന് ശോഭ എന്നർത്ഥം. ആ ആധ്യാത്മികമായ ശോഭയിൽ രഥം മുഴുകിയത്, ആധ്യാത്മികമായ ശോഭയിൽ മുഴുകിയതാണ് നമ്മുടെ രാജ്യം. അതുകൊണ്ടത് ഭാരതം. ഭരത സംബന്ധിത്വം അത് മറ്റൊരർത്ഥമാണ്. പക്ഷെ ഭാരതം ലോകത്തിന് പ്രദാനം ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ആത്മീയതയാണ്. അതോടൊപ്പം നമ്മുടെ കണക്കും സയൻസും ഒക്കെ നമ്മൾ നൽകിയിട്ടുണ്ട്, അതൊക്കെ വേറെ കാര്യങ്ങൾ. എങ്കിലും അല്ലെ, വാനനിരീക്ഷണമൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്, പലതും നമ്മൾ ലോകത്തിന് പ്രദാനം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി എന്നും പ്രകീർത്തിക്കപ്പെടുന്നത് എന്താണ്? ഭാരതം എന്ന് പറയുമ്പോൾ ഇതിന്റെ സ്പിരിച്വാലിറ്റിയാണ്. നമ്മുടെ വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും രാജ്യം ആയിട്ടുള്ള ഭാരതം. അല്ലാതെ ഭാരതം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആരുടെയും മനസ്സിൽ സീറോ കണ്ടുപിടിച്ച രാജ്യം എന്നല്ല പെട്ടെന്ന് വരുന്നത്, അല്ലേ? അപ്പോ അതെന്തുകൊണ്ടാണ്? കണക്കിലേക്കും സയൻസിലേക്കും ഒന്നും നമുക്ക് പരിചിതമായിരുന്നില്ലേ? ആയിരുന്നു. അതെ, പക്ഷെ അതിനെ നമ്മൾ മുറുകെ പിടിച്ചില്ല. അതുകൊണ്ട് വിദേശികൾ ഇവിടെ വന്നപ്പോ നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ എടുത്തുകൊണ്ടുപോയി അവരുടേതാക്കിയിട്ട് പറഞ്ഞു. ഓരോ ആശയങ്ങളും നമ്മളിവിടെ ആവിഷ്കരിച്ചു, അല്ലെ? പോയട്രി ഈസ് ദി സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ് കളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി എന്ന് പാശ്ചാത്യർ പറഞ്ഞപ്പോ, അതിന്റെ മുമ്പ് നമ്മുടെ മഹാഭാരതം ആരെഴുതും എന്ന് ചോദിച്ചപ്പോ ഗണേശൻ പറഞ്ഞു, ഞാൻ എഴുതാം. പക്ഷേ എന്താണ്? അർത്ഥം മനസ്സിലാക്കി എഴുതണം. ശരി, അർത്ഥം മനസ്സിലാക്കിയിട്ട് എഴുതുന്നു. പക്ഷെ എങ്ങനെ വേണം? എനിക്ക് നിർത്താതെ എഴുതാൻ പാകത്തിന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇറ്റ് മസ്റ്റ് ബി എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ്. ദാറ്റ് ഇസ് ദ മീനിങ് ഓഫ് ദാറ്റ്. പക്ഷെ അത് നമ്മൾ കച്ചവട ചരക്കാക്കിയില്ല, അതിന്റെ പേറ്റന്റ് എടുക്കാൻ നമ്മൾ നടന്നില്ല. പക്ഷെ നമ്മൾ അതിവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോ പോയട്രി ഈസ് ദി സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ് എന്ന് പറയുന്നത് എന്തായി നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. അത് പാശ്ചാത്യരുടെ സംഭാവനയായി എടുക്കേണ്ട ആവശ്യം നമുക്കില്ല. പാശ്ചാത്യർ എന്താണ്? അവർ സംസ്കാരം പോലുമില്ലാത്ത ആളുകളായി നടന്ന കാലത്ത് നാം ഇവിടെ അതിനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഭാരതീയരുടെ സവിശേഷത എന്താന്ന് വെച്ചാൽ ഇവിടെ യാതൊന്നുമില്ല, ഒക്കെ പാശ്ചാത്യർ പറഞ്ഞാലേ ഉള്ളൂ എന്നുള്ളതായ ഒരു അടിമത്തം നമുക്കുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് നമുക്ക് ഇതിനെക്കുറിച്ച് മതിപ്പില്ലാതെ പോയത് എന്ന് വേണം നമ്മൾ ആ സ്ഥിതിയെ നമ്മൾ വിലയിരുത്താനായിട്ട്. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് രാവിലെ തന്നെ എന്താണ് നമസ്കാരം ചെയ്യുന്ന, സന്ധ്യാ നമസ്കാരം ചെയ്യുന്ന ആളുകൾ, നമുക്ക് സന്ധ്യ, പുലർച്ചെ നമുക്ക് സന്ധ്യ സമ്യക്കായി ധ്യാനിക്കുന്നതിനുള്ള സമയമാണ്. മധ്യാഹ്നം നമുക്ക് സന്ധ്യയാണ്. മധ്യാഹ്നം പൂർവാന്നവും പരാന്നവും അല്ലെ തമ്മിൽ സന്ധിക്കുന്ന സമയം മധ്യാഹ്നം. രാത്രി നമുക്ക് വീണ്ടും പകൽ രാത്രിയോട് സന്ധിക്കുന്ന ആ സന്ധ്യ. അപ്പോ നമുക്ക് എന്തൊക്കെയുണ്ട്? നമുക്ക് ഉഷസന്ധ്യയുണ്ട്, മധ്യാഹ്ന സന്ധ്യയുണ്ട്, പ്രദോഷ സന്ധ്യയുണ്ട്, സായം സന്ധ്യ ഉണ്ട്. നമുക്ക് ഈ സന്ധ്യകളിൽ നമുക്ക് എന്തുണ്ട്? സന്ധ്യാ നമസ്കാരങ്ങൾ ഉണ്ട്. ആദ്യത്തെ നമസ്കാരം കിഴക്കോട്ട് നോക്കിയായതുകൊണ്ട് കിഴക്കോട്ട് നോക്കി നിൽക്കുന്ന ആളുടെ മുൻഭാഗം പൂർവം, ആദ്യത്തേത് എന്ന അർത്ഥത്തിൽ കിഴക്കിനെ നമ്മൾ പൂർവ്വദിക്കെന്ന് പറഞ്ഞു. അവിടെ നിന്ന് വലത്തോട്ടാണ് തിരിയുന്നത്. വലത്തോട്ട് തിരിയുമ്പോൾ വലതുവശം ദക്ഷിണ ഭാഗം. അതുകൊണ്ട് നമ്മൾ പൂർവ്വദിക്ക് കഴിഞ്ഞാൽ തെക്കിനെ നമ്മൾ ദക്ഷിണ ദിക്കെന്ന് പറഞ്ഞു. അപ്പോൾ അവാചി ദിക്കിനെ നമ്മൾ എന്താക്കി? ദക്ഷിണ ദിക്കാക്കി എന്ന് പറഞ്ഞു. കിഴക്കോട്ട് നോക്കി നിൽക്കുന്ന ആളുടെ പശ്ചാത്, പിന്നിൽ, പടിഞ്ഞാറാണ്. അതുകൊണ്ട് പടിഞ്ഞാറ് എന്തായി തീർന്നു? പശ്ചാത്തായി, പാശ്ചാത്യ ദിക്കായി തീർന്നു. അത് പടിഞ്ഞാറ്. പടിഞ്ഞാറിനെ നമ്മൾ പ്രതീജിയെ നമ്മൾ എന്ത് പറഞ്ഞു? പശ്ചാത്, പാശ്ചാത്യം, പടിഞ്ഞാറ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തെക്കിനെ നമ്മൾ ദക്ഷിണം എന്ന് പറഞ്ഞെങ്കിൽ വടക്കിനെ എന്ത് പറയണം? വാമം എന്ന് പറയണം, ഇടത് എന്ന അർത്ഥത്തിൽ. അവിടെയാണ് എന്താണ് ഹിമവാന്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊണ്ടത്. ഈശ്വര, ഏറ്റവും ഉയർന്നു കിടക്കുന്ന ഹിമവാനല്ലേ അവിടെ. അതുകൊണ്ട് അതിനെ എന്ത് പറഞ്ഞില്ല? അതിനെ വാമം എന്നുമല്ല, ഉത്തരം, ഏറ്റവും ഉയർന്നു കിടക്കുന്ന ദിക്ക്. അങ്ങനെയാണത്. അപ്പോ ഉത്തര ദിക്കെന്ന് പറയുന്നിടത്ത് പോലും ഹിമവാന്റെ പ്രഭാവമുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ആ ദിക്കിൽ, ഉത്തര ദിക്കിൽ ഉയർന്നു കിടക്കുന്നതായ ആ പർവ്വതം എന്താണ്? അപ്പോ മൗക്തികത്തിന്റെ അവസ്ഥയിലേക്ക് വന്നതായ ആ ദേവൻ,
അല്ലെ, ഈ ദേവി നിന്റെ തപസ് കൊണ്ട് നീ എന്ത് ചെയ്തിരിക്കുന്നു? എന്നെ ദാസനാക്കിയിരിക്കുന്നു, പൂർണ്ണമായും കീഴ്പ്പെട്ടിരിക്കുന്നു തനിക്ക്. അല്ലെ, ശിവന്റെ അവസ്ഥ എന്തായിരുന്നു? സതിയുടെ മരണത്തിന് ശേഷം താൻ വിവാഹം ചെയ്യില്ല എന്നുള്ള നിശ്ചയത്തോടു കൂടി ഓടി നടന്നവനാണ് ശിവൻ. അല്ലെ, സതിയുടെ ദേഹവും എന്താണ് ചുമരിലേറ്റിക്കൊണ്ട് അങ്ങനെ ഒരു ഭ്രാന്തനെ പോലെ ഓടി നടക്കുകയാണ് ചെയ്തത്. അതൊന്നും നിർത്താൻ സാധിക്കാതെ വന്നപ്പോഴാണ് വിഷ്ണു ഭഗവാൻ എന്ത് ചെയ്ത്? ശരമയച്ച് ആ ശരീരം കഷ്ണം കഷ്ണമാക്കി ഭൂമിയിൽ പതിപ്പിക്കുകയാണ് ചെയ്തത്. അല്ലേ, അതിനുശേഷം ആ ദേഹം തന്നിൽ നിന്ന് പോയതിനു ശേഷമാണ് ഹിമവാൻ തപസ് അനുഷ്ഠിച്ചത്. എന്നിട്ടോ ആ തപോനുഷ്ഠാനം എവിടം വരെ എത്തി എന്ന് വേണം പറയാനായിട്ട്. ആ ദേവിയെ കൂടാതെ ജീവിക്കാൻ കഴിയില്ല എന്ന അവസ്ഥ പോലും ആ ദേവിയുമായി ഒന്നായി തീർന്നു. അത് കണ്ടുകൊണ്ട് അതിനെ അതിനെ അല്പമൊരു സഖീഭാവേന കളിയാക്കിയ ഒരു കവിയുണ്ട് നമുക്ക്. ആ കവിയുടെ പേരെന്താണ്? ഭവഭൂതി എന്നാണ് ആ കവിയുടെ പേര്, ഭവഭൂതി. അല്ലെ, ഭവഭൂതിയുടെ ഉത്തരേ രാമചരിതേ ഭവഭൂതിർ വിശിഷ്യതേ എന്നൊക്കെ നമുക്കറിയാം ഭവഭൂതി. അപ്പോ ആ ഭവഭൂതി, എന്തുകൊണ്ടാണ് ഭവഭൂതി എന്ന് പേര് വന്നത്? അദ്ദേഹത്തിന്റെ ഒരു കവിതയാണ്, അല്ലെ, ഒരു ശ്ലോകമാണ്. പാർവതി ദേവിയെ ആശ്ലേഷിച്ച് ആ ദേവിയിൽ നിന്ന് വിട്ടുമാറാൻ വയ്യാത്ത അവസ്ഥയിലായി. ശിവന്റെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന വിഭൂതി, ഭസ്മമേറ്റ് പാർവതിയുടെ മാറിടം എന്തായിത്തീർന്നു? വെളുത്ത നിറത്തോട് കൂടിയതായി തീർന്നു. പാർവതിയുടെ മാറിടത്തിൽ കാർഷ്ണ്യം, കൃഷ്ണത്വത്തിന്റെ സ്ഥാനത്ത് എന്ത് സ്ഥാനം പിടിച്ചു? അവിടെ ഭവന്റെ ഭൂതി. അപ്പൊ ദേവിയുടെ മാറിടം എങ്ങനെയായി തീർന്നു? വെളുത്ത മുഖത്തോടു കൂടിയതായി തീർന്നു. അത് കണ്ടുകൊണ്ടാണ് ഭൗഭൂതി എന്ന് പറഞ്ഞത്. തപസ്വി കാം ഗതോ അവസ്ഥാം ഇതി സുസ്മേരാനനാവിവ ഗിരിജായാഹ സ്തനൗ വന്ദേ ഭവഭൂതി സിദാനനൗ. തപസ്വി കാം ഗതോ അവസ്ഥാം, താപസനാണ് ഈ കാണുന്നത്. ആ താപസൻ ഇപ്പൊ എന്തായിരിക്കുന്നു? ദേവിയെ കൂടാതെ ജീവിക്കാൻ താപസനായിരിക്കുന്ന ഇദ്ദേഹത്തിന് എന്തവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നോർത്ത് ദേവിയുടെ മാറിടം കണ്ടാൽ ഹസിക്കുകയാണോ? എന്തിനാണ് ഹസിക്കുന്നത്? ഈ താപസനായ ഇദ്ദേഹം ഇന്നിപ്പോൾ എന്ത് അവസ്ഥയിലായിരിക്കുന്നു? തപസ്വി കാം ഗതഃ അവസ്ഥാം ഇതി സുസ്മേരാനനൗ ഇവ എന്ന് ചിന്തിച്ചുകൊണ്ട് വദനരായിരിക്കുകയാണോ എന്ന് തോന്നുമാറുള്ള ഗിരിജായാഹ സ്തനൗ വന്ദേ, ഗിരിജാദേവിയുടെ സ്തനങ്ങളെ ഞാൻ വന്ദിക്കുന്നു. അവ എങ്ങനെയാണ്? ഭവഭൂതി സിദാനനൗ, ഭവന്റെ ശരീരത്തിലെ ഭസ്മം കൊണ്ട് വെളുത്ത മുഖങ്ങളോടുകൂടിയ ഗിരിജാസ്തനങ്ങളെ വന്ദിക്കുന്നു എന്ന് പാടിയ ആ കവിക്ക് ആ പേര് തന്നെ വന്നു. അദ്ദേഹം ആരായി തീർന്നു? അദ്ദേഹം ഭവഭൂതിയായി തീർന്നു. അദ്ദേഹത്തിന്റെ പേര് നമുക്കിന്ന് അറിഞ്ഞുകൂടാ. ഭവഭൂതി ഉത്തരാചരിതം എഴുതിയ ആളുടെ പേരെന്താണ്? ഭവഭൂതി എന്നേ ഇന്ന് അറിയുള്ളൂ. അത് അദ്ദേഹത്തിന്റെ ഒരു ശ്ലോകമാണ് എന്നുള്ളത് ആർക്കും അറിഞ്ഞുകൂടാ. കണാദന്റെ പേര് പോലെയായി തീർന്നു. അല്ലെ, ആറ്റോമിക് സിദ്ധാന്തം ആവിഷ്കരിച്ച കണാദന് ഇനിയിപ്പോ ഇദ്ദേഹം തിന്നുന്നതും കണമാണ് എന്ന് പറഞ്ഞിട്ട് കണം അത്തി, കണം തിന്നുന്നവൻ എന്നർത്ഥത്തിൽ, കണഭക്ഷൻ എന്നർത്ഥത്തിൽ കണാദഹ എന്ന് പറഞ്ഞു. സ്വന്തം പേര് എന്തായി തീർന്നു? മാഞ്ഞുപോയി. അല്ലെ, നമ്മൾ നാമകരണം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ തുടങ്ങിയത്. നാമകരണത്തിൽ പിതാവിട്ട പേരെന്താണ്? അതാണ് സംജ്ഞാനാമം. ശരിക്കുള്ള പേര്. ആ പേര് പോയിട്ട് എന്തായി തീർന്നു? സജ്ജനാമമായി തീർന്നു. സജ്ജമാവുക എന്ന് പറഞ്ഞാൽ സക്രമായി തീരുക, വന്നു ചേരുക. വന്നു ചേർന്ന പേര് എന്തായി? സംജ്ഞാനാമത്തെ മായ്ച്ചു കളഞ്ഞ് സജ്ജനാമത്തിൽ മാത്രം അറിയപ്പെടുന്ന ആളുകളായി അവരൊക്കെ മാറി എന്നുള്ളതാണ്. അപ്പോൾ ഈ വിധത്തിൽ കാളിദാസന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാലോ, അല്ലെ? അതുപോലെ വാൽമീകി ഒക്കെ കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കുക. അവിടെയാണ് കർമ്മത്തിന്റെ ആ ഒരു പ്രസക്തി വരുന്നത്. ആള് തന്നെ അങ്ങോട്ട് താൻ ചെയ്ത കർമ്മത്തിലൂടെ അറിയപ്പെടുന്ന ആളുകളാണ് ഇവരൊക്കെ. അപ്പൊ അവിടെയാണ് ആ കർമ്മണ്യേവ അധികാരസ്ഥേ എന്ന് പറഞ്ഞതിന്റെ ആ പ്രസക്തി ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെയാണ് ആ കർമ്മത്തിലൂടെ മാത്രം അറിയപ്പെടുന്നവരായിട്ട് മാറുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ശിവനെയും ഇവിടെ എന്തായിട്ട് പറയുന്നു? പാർവതി ദേവിക്ക് തൻ്റെ ഉഗ്രമായ തപശ്ചര്യയിലൂടെ, നിധിധ്യാസനത്തിലൂടെ
അവൾ നേടിയെടുത്ത മൗക്തികമാണ് അത്. ആ മൗക്തികത്തെ എന്താണ് സഖീഭാവേന, വിവാഹം എന്ന സംസ്കാരത്തിലൂടെ സഖീഭാവം കൊണ്ട് അങ്ങനെ വർത്തിക്കുകയാണ് അവിടെ ചെയ്തത്. ഇനി അടുത്ത ഒരു പദത്തിലേക്ക് നമ്മൾ കടന്നാൽ നമുക്ക് ചെറിയ സമയം കൊണ്ട് അതിനെ വ്യാഖ്യാനിച്ച് തീരില്ല, അതിനുള്ള സമയം നമുക്കില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും ചെറിയ സംവാദങ്ങളൊക്കെ വേണമല്ലോ, സംശയങ്ങളും ഒക്കെ ആയിട്ട്. അപ്പൊ അതുകൊണ്ട് ഏതാണ്ട് ഇപ്രകാരം ഒരു അർത്ഥമൊക്കെ ഇതിന് പറയാം. എന്നല്ലാതെ ഇതിന്റെ അർത്ഥതലം വിശദീകരിക്കണമെങ്കിൽ വളരെയധികം സമയം ആവശ്യമാണ്. അതുകൊണ്ട് എന്താണ് അതിന് കഴിഞ്ഞില്ല ഈ സമയം കൊണ്ട് എന്നുള്ള ക്ഷമാപണത്തോടെ ഇവിടെ നിർത്തട്ടെ. ഞാൻ ഒന്നും കൂടെ വായിക്കാം. ഭദ്രാണ്യ അദ്രീശവംശാങ്കുര സുഹൃത പരീപാക മുക്താസഖാഹ്വം തേജസാദത്യവൃത്യ ദൃഢയതു സുചിരം സർവഭൂതാന്തരം യദ്ബാഹ്യാഭ്യന്തരാന്ത്യോന്മദന കൃതി പടിഷ്ടം പരം തൂദയൻ പേരുദേശേ സന്നിഷണ്ണം വിജജന ഹൃദയാനന്ദ സന്തോഹരൂപം. ഇത് വലിയ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. സാറിത് പറഞ്ഞു തന്നിട്ട് തന്നെ സാർ ഒരു സംശയം, ആ മുക്താസഖാഹം എന്ന് പറയുമ്പോ ആ മൗക്തികം എന്ന് പറയുമ്പോ മുക്തിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അതിന്? അങ്ങ് പറഞ്ഞു തന്നപ്പോ മുക്തുമായിട്ട് ആണ് പറഞ്ഞത്. മൗക്തികം എന്ന് പറഞ്ഞാൽ മുക്തിയായിട്ട് ബന്ധമുണ്ടോ? ഇല്ല 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 ഇല്ല. മൗക്തികം മുക്തമായി തീരാ ഒരു ശരിക്കും അങ്ങനെ തന്നെയാണ്. കാരണം എന്താണ്, മൗക്തികം എന്താണ് ചെയ്യുന്നത്? ഒരു ഷെല്ല്, ആ ഷെല്ലിൽ നിന്ന് അത് മുക്തമായി തീരുകയാണ്. അങ്ങനെ തന്നെയാണ് ആ മൗക്തികം ആയി തീരുന്നത്. മുക്തി, അപ്പൊ മുക്തി തന്നെയാണ്, മോചനമാണ്. ഷെല്ലിൽ നിന്ന് വിട്ടുപോകുന്നതിന്റെ ഷെല്ലിൽ നിന്ന് മുക്തമായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് തന്നെയല്ലേ നമ്മുടെ വാസസ്സല്ലേ, നമ്മുടെ ഷെല്ല്, നമ്മുടെ തൊണ്ട്, നമ്മുടെ ഈ ശരീരമാണ്. ഇതിൽ നിന്ന് മുക്തമായി തീരുക തന്നെയാണ്. ശ്രീ ഗുരുഭ്യോ. വെറും 4 വരി കവിത നീലകണ്ഠതീർത്ഥപാദസ്വാമികൾ എഴുതിയത്. ഉദയം പേരൂർ കുടികൊള്ളുന്ന ഏകാദശി പെരുമാളിനെ പറ്റി കവിയും ഭാവനാസമ്പന്നനും തത്വചിന്തകനുമായ ഒരാൾക്ക് മാത്രമേ ഈ തരത്തിലൊരു പ്രപഞ്ചം നമുക്ക് ഈ 4 വരി കവിതകളിൽ നിന്ന് ഇവിടെ സൃഷ്ടിച്ച് കാണിച്ചു തരുവാൻ കഴിയുള്ളൂ. സാർ ഓരോ വാക്കുകളും എത്ര ഉത്തുംഗമായ തലത്തിലേക്കാണ് മനസ്സിനെ എത്തിച്ചേർക്കുന്നത്. പ്രതിപാദിച്ച കൂട്ടത്തിൽ പറയുകയുണ്ടായി, പലതും പറഞ്ഞു. ആ കൂട്ടത്തിൽ മൈനാകത്തെ പറ്റി പറഞ്ഞു. നമുക്കറിയാം, ഈ മൈനാകം നമുക്ക് വീണ്ടും നമ്മളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇത് ശ്രീരാമദൂതനായിട്ടുള്ള ഹനുമാൻ ലങ്കയിലോട്ട് ചാടുമ്പോൾ ഒന്ന് വിശ്രമിക്കാനായിട്ട് എവിടുന്ന് എന്നറിയില്ല മൈനാകം ഉയർന്നു വരുന്നു. അതുപോലെ തന്നെ ഏതെല്ലാം ഞാൻ ഉദ്ദേശിച്ചു സാർ, ഒരുപക്ഷെ അത്യുത്തരസ്യാം ദിശി ദേവതാത്മാ ഹൃദയ ഹിമാലയോ നാമ നഗാധിരാജ. തീർച്ചയായിട്ടും അതും സാർ അവിടെ തിരികെ ചേർത്തു. ഹിമാലയത്തിനെ പറ്റി പറയുന്ന കൂട്ടത്തിൽ ആ കുമാരസംഭവത്തിലെ ആ ശ്ലോകം നമ്മൾ എങ്ങനെ വിട്ടുപോകും? അതുപോലെ പാർവതിയുടെ ആ തപസ്സിനെ പറ്റി എത്ര മഹത്തരമായിട്ടുള്ള രീതിയിലാണ് സാറ് പ്രതിപാദിക്കുന്നത്. അവസാനം പാർവതി പറയുന്നുണ്ട്, നിനന്തരൂപം ഹൃദയേഷു പാർവതി പ്രിയേഷു സൗഭാഗ്യ ഫലാഹി ചാരുത. പ്രിയജനങ്ങളിൽ അതിൻ്റെ സൗഭാഗ്യത്തെ ഉളവാക്കുന്ന, അല്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തിനാണ് ഈ സൗന്ദര്യം? അതുപോലെ എത്രയോ മഹത്തായ കവിതകള് സാറിന് എഴുതാൻ പറ്റും. ഇത് പാർവതിയുടെ ശരീരവുമായിട്ട് ഒരു ഭ്രാന്തനെ പോലെ, ഉന്മത്ത ചിത്തനെ പോലെ അലഞ്ഞു തിരിയുന്ന ശിവനെ കാണുമ്പോൾ പ്രേമത്തിന്റെ എത്രയോ ഉത്തുംഗമായ തലത്തിലേക്കാണ് നമ്മുടെ ഭാവനയെ സാറ് കൊണ്ടെത്തിക്കുന്നത്. ഇതെല്ലാം എത്രയോ പറഞ്ഞാലും തീരാത്ത കാര്യങ്ങളാണ്. ശ്ലോകത്തിന്റെ വ്യാഖ്യാനവും സാറിന് മുഴുവനും ഈ 1 മണിക്കൂർ സമയം കൊണ്ട് തരാനായിട്ട് കഴിഞ്ഞില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഈ പ്രതിപാദനത്തിലൂടെ, ഈ വ്യാഖ്യാനത്തിലൂടെ നമുക്ക് നീലകണ്ഠതീർത്ഥപാദസ്വാമികൾ എഴുതിയിട്ടുള്ള ഈ ദിവ്യ ക്ഷേത്രാദർശ എന്ന ഗ്രന്ഥത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഈശ്വരൻ ഇട നൽകട്ടെ. മറ്റ് എന്തെങ്കിലും ഈ വൈകിയ വേളയിൽ ആർക്കെങ്കിലും സംശയമായിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ അതിനാകാം. സാറിൻ്റെ ഇന്ന് അത്ര തിരക്കുണ്ടെന്ന് തോന്നുന്നില്ല. സാറ് 2, 4, 3, 4 നിമിഷം നമ്മുടെ കൂടെ
കാണുമെന്ന് കരുതുകയാണ്. ആർക്കെങ്കിലും ഉണ്ട് ചോദിക്കാം. ഇപ്പൊ സാറ് പറഞ്ഞപ്പോഴാണ് ഇനിയും ഇതിലപ്പുറമുണ്ട്. ഇപ്പൊ നിനിന്ദ രൂപം ഹൃദയേന പാർവതി എന്ന ഭാഗവും ഗോപി സാറിന് നല്ല പരിചയമാണ്. അപ്പോ എന്താണ്, എന്തിനീ ചിലങ്കകൾ എന്തിനീ കൈവളകൾ എൻ പ്രിയൻ എന്നരികിൽ വരില്ലെങ്കിൽ, സിനിമാ പാട്ട് തീർന്നില്ല. ഇതെല്ലാം പുതുതായിട്ട് നമുക്ക് തോന്നും, ഇതെല്ലാം നമ്മളിൽ നിന്ന് തന്നെ വരുന്നതാണ്. ആ കണാദനെയും പറ്റി പറഞ്ഞു. അതുപോലെ എനിക്ക് പെട്ടെന്ന് പറയാനാണെങ്കിൽ KM എന്ന് പറഞ്ഞ് നമ്മുടെ ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുള്ള ഒരാളുണ്ട്. ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്, ഇത് ആരാണ് ഈ KM? അദ്ദേഹത്തിന്റെ പേര് ഒരിക്കലും ആ വ്യാഖ്യാനത്തിൽ നമ്മൾ കാണുകയില്ല. പിന്നീട് എവിടുന്നോ മനസ്സിലാകാനിടയായി, കുഞ്ഞുണ്ണി മേനോനെന്നോ മറ്റോ ആണ് അദ്ദേഹത്തിന്റെ പേര്. തെറ്റാണെങ്കിൽ തിരുത്തി തരണം സാർ. എന്ത് മഹത്തായിട്ടുള്ള ഒരു ഭഗവത്ഗീത വ്യാഖ്യാനമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അല്ല, അദ്ദേഹത്തിന്റെ പേര് ഈ പറഞ്ഞതുപോലെ വെളിപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഈ പാർവതിയുടെ തപസ്സൊക്കെ എവിടം വരെ എത്തിയിട്ടുണ്ട്? നമ്മുടെ സിനിമാ പാട്ടിൽ വരെ വന്നിട്ടുണ്ട് അല്ലേ? സ്ഥിതാക്ഷണം പത്മസുതാടിതാധരാഹ പയോധരോത്സേധ നിപാത ചൂർണിതാഹ വലീഷു തസ്യ സ്ഖലിതാ പ്രഭേദിരെ ചിരേണനാഭിം പ്രഥമോദ ബിന്ദവ എന്ന് പാടിയിട്ടാണ് ഒരു സിനിമാ പാട്ട് നമുക്കുള്ളത്. ഏതാണ്? പത്മതീർത്ഥമേ ഉണരൂ എന്ന സിനിമാ പാട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. പാട്ട് എനിക്ക് അത്ര പരിചയമില്ല. പക്ഷെ ആ പാട്ടിന്റെ തുടക്കത്തിൽ ആദ്യം പാർവതിയുടെ തപസ്സ, സ്ഥിതാക്ഷണം പക്ഷമസു, ആ അതികഠിനമായിട്ടുള്ള വേനലിൽ തപസ്സനുഷ്ഠിച്ചിട്ട് എന്താണ് ആദ്യമായിട്ട് പ്രഥമോദ ബിന്ദവ, ആ വേനലിന്റെ അറുതിയിൽ ആദ്യമായി പെയ്ത മഴയുടെ തുള്ളികൾ അവളുടെ ദേഹത്തിലൂടെ പോകുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഗോപി സാറിന് അത് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. സ്ഥിതാഹ ക്ഷണം പക്ഷമസു, കാളിദാസനാ വർണ്ണിച്ചിരിക്കുന്നത്. സ്ഥിതാക്ഷണം പക്ഷമസു താടിതാധരാഹ, ആ വേനലിന് ഒടുവിൽ പെയ്ത മഴ, ആ മഴത്തുള്ളി, ആദ്യത്തെ മഴത്തുള്ളി അവളുടെ ഇമരോമങ്ങളിൽ തങ്ങി നിൽക്കുകയാണ് അല്ലേ? അത്രയും ചൂടായിരുന്ന ദേഹത്തിൽ വെള്ളം വരുമ്പോ അതിന്റെ ഒരു അസഹിഷ്ണുതയുണ്ട്, പറ്റായികയുണ്ട്. ഒന്നും അവൾ അറിയുന്നില്ല. അവളുടെ ആ ഇമരോമങ്ങളിൽ അത് അല്പസമയത്തേക്ക് തങ്ങി നിന്നു എന്നാണ്. അവളുടെ ഇമരോമങ്ങൾ അതുപോലെ നിബിഡങ്ങളാണ്. നിബിഡമായതുകൊണ്ടാണ് അത് തങ്ങി നിൽക്കുന്നത് അല്ലേ? നമ്മുടെ ഇമരോമങ്ങളിൽ വെള്ളം തങ്ങി നിൽക്കൊന്നുമില്ല, പെട്ടെന്ന് താഴേക്ക് പോകും. അപ്പോ ആ നിബിഡമായിട്ടുള്ള ഇമരോമങ്ങൾ തങ്ങി നിന്നു. സീതാഹ ക്ഷണം പക്ഷമസു. അതിനുശേഷം അത് അധരത്തിലേക്ക് വീണു. അധരങ്ങളിൽ അത് ആഘാതമേൽപ്പിച്ചു, താടനം ചെയ്തു എന്നാണ്. എന്ന് പറഞ്ഞാൽ എത്ര പേലവമാണ് അവളുടെ അധരങ്ങൾ. അതുകൊണ്ട് അത് താടനം ചെയ്തു. എന്നിട്ടോ പയോധരോത്സേധ നിപാത ചൂർണിതാഹ, പയോധരങ്ങൾ അവരുടെ മാറിടത്തിൽ വീണപ്പോ അതിന്റെ കാഠിന്യം, പയോധരങ്ങൾക്ക് നല്ല കാഠിന്യമുണ്ട്. അവിടെ അത് എന്താണ്, അവിടെ അത് ചിതറിപ്പോയി. ഇവിടേക്ക് വീണപ്പോ ചുണ്ടിനെ ആഘാതമേൽപ്പിച്ചു. പക്ഷേ അവളുടെ മാറിടത്തിൽ വീണപ്പോൾ അതവിടെ ചിതറിപ്പോവുകയാണ് ചെയ്ത്. അവിടെ എന്താണ്, അത് കഠിനമാണ് അവളുടെ വക്ഷോജങ്ങൾ. എന്നിട്ട് വലിയഷു തസ്യാഹ സ്ഖലിതാഹ പ്രഭേദിരെ, തിരുവാലികളിൽ അത് സ്ഖലിതമായി ഇടറി നീങ്ങിക്കൊണ്ടിരുന്നു. ചിരേണ, ഇങ്ങനെ വളരെ സമയം കൊണ്ട് പ്രഥമോദ ബിന്ദവ, ആദ്യത്തെ ആ ജലബിന്ദുക്കൾ അവളുടെ നാഭിം വിവേശ, അവളുടെ പൊക്കിൾ കൊടിയിലേക്ക് പോയി. അപ്പൊ അതെന്താണ്, അത് ആഴമേറിയതാണ്, അതിലേക്ക് അത് പ്രവേശിച്ചു. ഇങ്ങനെ അവളുടെ ആ തപസ്സിനെ കുറിച്ച് വർണ്ണിച്ചിട്ടുള്ളത്. ഇനി വേറെ ഒന്നിനെയും കൊണ്ട് നടന്നില്ലെങ്കിലും പാർവതിയുടെ ആ തപസ്സിനൊടുവിൽ പെയ്തതായ, തപസ്സിനല്ല വേനലിനൊടുവിൽ പെയ്തതായ ആ മഴ തുള്ളിയെ നമ്മുടെ സഹൃദയലോകം ശരിക്കും കൊണ്ടാടുക തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോഴും അവിടെയും അവൾ എന്തായിരുന്നു, അചഞ്ചലഗാത്രയായി പാർവതി നിലകൊണ്ടു എന്നാണ്. ലക്ഷ്യം നേടിയിട്ട് മാത്രം ക്ലേശ പുനഃ ഫലേനഹി നവതാം വിധത്തെ, ക്ലേശം ഫലിക്കിൽ അതുതാൻ പുതുതായ സൗഖ്യം. എന്താണ് ആശയ പ്രപഞ്ചങ്ങൾ കിടക്കുന്നത് എന്ന് അദ്ഭുത പരതന്ത്രമാന്നല്ലാണ്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ല. എന്തൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഇതാണ് നമുക്ക് അതിൽ ചിന്തിക്കുക. ഇത് പറഞ്ഞാൽ ഇത് തീരാത്ത സംഗതികളാണ്. ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ അതിന് സമാധാനം പറയാൻ ഞാൻ ശ്രമിക്കാം എന്നെനിക്ക് പറയാൻ പറ്റുള്ളൂ. സമാധാനം പറയാമെന്ന് പറയാനുള്ള ആത്മവിശ്വാസം എനിക്കില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? മറ്റേ ഇന്ത്യയിൽ നമ്മൾ പലരും ഉണ്ട്. ഗീതാമണിയുണ്ട്, പ്രമീള ടീച്ചറുണ്ട്, ബിന്ദു ടീച്ചറുണ്ട്, ശോഭന ടീച്ചറുണ്ട്, പലരും ഉണ്ട്.
അപ്പം ചേട്ടൻ സാറിനെ കാണാൻ പോകുന്നുണ്ടോ നാട്ടിലായതുകൊണ്ട്? കാണാൻ തീർച്ചയായിട്ടും സാറിനെ കാണാതെ ഈ 3-4 മാസത്തിനകം അതെ, തീർച്ചയായിട്ടും യാത്ര സാർ സഫലമാവണ്ടേ? നമ്മളിപ്പോ വ്യാഴാഴ്ച വൈകുന്നേരം അവൻ നോക്കിയിരിക്കുകയാണ് ഇവിടെ യാത്രയിലാണല്ലോ. സാറിന്റെ ഇത് ക്ലാസ്സിന് വേണ്ടിയിട്ട്. അതെ, ബിന്ദുവും ഇത് ഞാനും അതെ ഇങ്ങനെ എല്ലാം കാത്തിരിക്കുക. ഈശ്വരന്റെ ഒരു കാരുണ്യം എന്ന് വേണം പറയണ്ടേ. ഇവിടുന്ന് ഇപ്പം ഈ ഹോട്ടലിൽ വന്നിട്ട് ഇവിടെ ആദ്യം വന്നപ്പോൾ ഞാൻ ചോദിച്ചത് ഇന്റർനെറ്റ് എനിക്ക് കിട്ടുമോ എന്നുള്ളതാണ്. അപ്പോൾ ആ കുട്ടികളെ കൊണ്ട് തന്നെ ഇന്റർനെറ്റ് സെറ്റ് ചെയ്തു. ലാപ്ടോപ്പ് പൊക്കിയെടുത്ത് കൊണ്ടുവന്നിരുന്നു, കയ്യിൽ നിന്ന് മാറാതെ. അതെല്ലാം ഉള്ളത് കൊണ്ട് നമുക്ക് വളരെ സൗകര്യമായിട്ട്. ഒരേ സംശയം ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് രാധയുടെ മെസ്സേജിൽ നിന്ന് എനിക്ക് തോന്നിയിരുന്നു രാധ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പം രാധ പറഞ്ഞല്ല ചേട്ടാ, ഞാൻ ഇവിടെ ഉണ്ട്, ഇന്നത്തേടം കഴിഞ്ഞിട്ടേ. അപ്പം രാധയ്ക്ക് ഏറ്റവും സൗഭാഗ്യമായിട്ടുള്ള യാത്ര നേരുന്നു. അടുത്ത ആഴ്ച തൊട്ട് രാധയ്ക്ക് പകരം നമുക്ക് ജയപ്രകാശ് നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി മറ്റാർക്കും ഒന്നും ചോദിക്കാനില്ല എങ്കിൽ നമുക്ക് നിർവ്വാണ ഷഡ്കത്തോടുകൂടി ഇന്നത്തെ ഈ പ്രഭാഷണം നമുക്ക് ഉപസംഹരിക്കാം. ഓം ഗുരുഭ്യോ നമഃ. മനോബുദ്ധ്യഹങ്കാരചിത്താനി നാഹം ന ശ്രോത്രജിഹ്വേ ന ഘ്രാണനേത്രേ ന ച വ്യോമഭൂമിർന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന ച പ്രാണസപ്തോ ന വൈ പഞ്ചവായു ന വാ സപ്തധാതുർന വാ പഞ്ചകോശ ന വാക്പാണിപാദം ന ചോപസ്തവായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന മേ ദ്വേഷരാഗൗ ന മേ ലോഭമോഹൗ മദോ നൈവ മേ നൈവ മാത്സര്യഭാവ ന ധർമ്മോ ന ചാർത്ഥോ ന കാമോ ന മോക്ഷ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദ ന യജ്ഞ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന മൃത്യുർന ശങ്ക ന മേ ജാതിഭേദ പിതാ നൈവ മേ നൈവ മാതാ ച ജന്മ ന ബന്ധുർന മിത്രം ഗുരുർനൈവ ശിഷ്യ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം അഹം നിർവികൽപോ നിരാകാരരൂപോ വിഭുത്വാച്ച സർവത്ര സർവേന്ദ്രിയാണാം ന ചാസംഗതം നൈവ മുക്തിർന മേയ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഓം വിദ്യാധിരാജായ നമഃ. ഓം ഗുരുഭ്യോ നമഃ.